വെൽക്കം ഫോക്സ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ സെഷൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഓർഡർ ബ്ലോക്ക് സീക്രറ്റ്സ് ദ എഞ്ചിൻ ബിഹൈൻഡ് മാർക്കറ്റ് മൂവ്സ് ആണ്. ഓർഡർ ബ്ലോക്ക് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഡൗട്ട്സ് എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സെഷൻ ഡിസ്കസ് ചെയ്യുന്നത് ദ മോർ ഡീറ്റെയിൽഡ് അബൌട്ട് ഓർഡർ ബ്ലോക്സ് ആണ്. അങ്ങനെ നമ്മളുടെ സെഷനിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളുടെ സെഷൻ്റെ കോർ കോണ്ടൻസ് നമ്മളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ ആദ്യം തന്നെ വാട്ട് ഈസ് ആൻ ഓർഡർ ബ്ലോക്ക്, ഹൗ ടു കണക്റ്റഡ് വിത്ത് AMD മാർക്കറ്റ് സൈക്കിൾ, what is the logic behind an order block, what are the 4 key elements that makes an order block valid, the different types of order block, how to identify high probability order block with confluence, അതുപോലെ ടൈം ഫ്രെയിം അലൈൻമെൻറ്റ് ആൻഡ് ട്രേഡ് മാനേജ്മെൻറ്റ്, അതുപോലെ റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിൾസിലൂടെ ഒരു കമ്പൈൻഡ് കൺക്ലൂഷനിലൂടെ ആയിരിക്കും നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മുഴുവനായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് ഓർഡർ ബ്ലോക്ക് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഡൗട്ട്സിൻ്റെ പകുതിയിൽ കൂടുതൽ ഈ സെഷൻ കൊണ്ട് മാറ്റാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു T4T. അങ്ങനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഓർഡർ ബ്ലോക്ക് എന്താണെന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് ഇൻഡയറക്ട്ലി വാട്ട് ഈസ് ആൻ ഓർഡർ ബ്ലോക്ക് എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ രീതിയിൽ നോക്കുകയാണെങ്കിൽ ആൻ ഓർഡർ ബ്ലോക്ക് ഈസ് ദ ലാസ്റ്റ് ക്യാൻഡിൽ വെർ ദ ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്ലേസ് ദെയർ ഓർഡേഴ്സ് ബിഫോർ പ്രൈസ് മെയ്ഡ് എ സ്ട്രോങ് മൂവ്. ഓക്കെ, ഈ ഒരു ഡെഫിനിഷനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ലാസ്റ്റ് ക്യാൻഡിലാണ്. ഓക്കെ, ലാസ്റ്റ് ക്യാൻഡിലാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. എപ്പോൾ ദ ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്ലേസ് ദെയർ ഓർഡേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്ത് ആ ഒരു സ്ട്രോങ് പ്രൈസ് മൂവ് ക്രിയേറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേയുള്ളൊരു ക്യാൻഡിലാണ് നമുക്ക് എന്താണ് ഓർഡർ ബ്ലോക്ക് ആയിട്ട് മാർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എലാബറേറ്റ് ആയിട്ട് നമുക്ക് ഒരേ ഡെഫിനിഷൻ കൂടി നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓർഡർ ബ്ലോക്ക് ഈസ് ദ ലാസ്റ്റ് bullish or bearish candle before a strong displacement that breaks market structure. It marks where smart money plays large order to trap liquidity and drive price, revealing the algorithmic ലോജിക് ബിഹൈൻഡ് ദി മാർക്കറ്റ് മൂവ്. ഓക്കെ, ഈ ഒരു ഡെഫിനിഷനിൽ പറയുന്നത് എന്താണ്? നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ലാസ്റ്റ് ബുള്ളിഷോ ബെയറിഷ് ക്യാൻഡിലോ ആയിരിക്കും. അതായത് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്കിന് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ബെയറിഷ് ക്യാൻഡിലായിരിക്കും. അതുപോലെ തന്നെ ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഒരു ബുള്ളിഷ് ക്യാൻഡിലായിരിക്കും. ഓക്കെ, എപ്പോഴാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എടുക്കുന്ന ക്യാൻഡിൽ എന്ന് പറയുന്നത് ബിഫോർ എ സ്ട്രോങ് ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് ദാറ്റ് ബ്രേക്ക് ദ മാർക്കറ്റ് സ്ട്രക്ചർ. ഓക്കെ, ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ്, അതായത് ഈ ഒരു സ്ട്രോങ് മൂവിന് തൊട്ട് മുന്നേ ഉള്ള ആ ഒരു ക്യാൻഡിലിനെ ആയിരിക്കും നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. ഇറ്റ് മാർക്സ് വെൻ ദ സ്മാർട്ട് മണി പ്ലേസ് ദ ലാർജ് ഓർഡർ ടു ട്രാപ്പ് ലിക്വിഡിറ്റി. അതായത് ഒരു സ്മാർട്ട് മണി അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എപ്പോഴും അവരുടെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്നത് എപ്പോഴും ഹൈലി ലിക്വിഡേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഉള്ള ഏരിയാസിലായിരിക്കും. അതുകൊണ്ട് ലിക്വിഡിറ്റി മീൻസ് റീറ്റെയിൽ സ്റ്റോപ്പ് ലോസസ് ഉള്ള ഏരിയയിലായിരിക്കും അവർ ഓർഡേഴ്സ് എടുക്കുന്നത്. ആ ലിക്വിഡിറ്റീസ് ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യും? അവരുടെ ഓർഡേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും അവരുടെ പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താണ്? ഇറ്റ് മാർക്സ് വെൻ സ്മാർട്ട് മണി പ്ലേസ് ദ ലാർജ് ഓർഡർ ടു ട്രാപ്പ് ലിക്വിഡിറ്റി ആൻഡ് ഡ്രൈവ് പ്ലേസ്. ഓക്കെ, ആ ലിക്വിഡിറ്റി ട്രാപ്പ് ചെയ്ത് ഡ്രൈവ് പ്ലേസിലാണ് നമുക്ക് ഇതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് കിട്ടുന്നത്. ഗോട്ട് ഇറ്റ്? അങ്ങനെ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നതാണ് PO3 അല്ലെങ്കിൽ AMD. PO3 എന്ന് പറയുന്നത് പവർ ഓഫ് 3, അതുപോലെ AMD എന്ന് പറയുന്നത് അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ അല്ലെങ്കിൽ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ ഡെഫിനിഷനിൽ പറഞ്ഞതാണ് സ്മാർട്ട് മണീസിൻ്റെ ലാർജ് ഓർഡർ പ്ലേസ്മെൻറ്റ്, അതായത് സ്മാർട്ട് മണീസിൻ്റെ ഫുട് പ്രിൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ നമുക്ക് കിട്ടുന്ന ഒന്നാണ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു എന്താണ്? സ്മാർട്ട് മണീസ് അവരുടെ അല്ലെങ്കിൽ ബിഗ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓക്കെ, അവരുടെ ഓർഡർ പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റീസ് ട്രാപ്പ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് ലിക്വിഡിറ്റീസ് എവിടെയാണോ ഉള്ളത് ആ ഏരിയാസിൽ ടേക്ക് ഔട്ട് ചെയ്തിട്ടായിരിക്കും ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അല്ലെങ്കിൽ ബിഗ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എൻട്രി പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഒരു ഓർഡർ പ്ലേസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് അല്ലെങ്കിൽ ഒരു FI അല്ലെങ്കിൽ ഒരു DI അവർക്കൊരു ഓർഡർ പ്ലേസ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ഹൈലി ലിക്വിഡിറ്റി ഉള്ള ഏരിയാസിലേക്ക് പ്രൈസിനെ ഡ്രൈവ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ
ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ലിക്വിഡിറ്റീസ് കൺവേർട്ട് ചെയ്തുകൊണ്ട്, അതായത് ഇപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് ബയ്യിങ് ആണ്. ഓക്കെ, അവരുടെ ഒരു ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് ബയ്യിങ് ആണ്. അവർക്ക് എന്താണ്, ഒരു 10 lakh ഷെയർസ് അവർക്ക് എന്ത് ചെയ്യണം, ബൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കൗണ്ടർ പാർട്ടി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് 10 lakh ബൈ ചെയ്യണമെങ്കിൽ 10 lakh സെല്ല് ചെയ്യാനായിട്ട് അവിടെ ആൾ വേണം. ഓക്കെ, ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് 10 lakh ഷെയർസ് ബൈ ചെയ്യണമെങ്കിൽ അവിടെ കൗണ്ടർ പാർട്ടി ആയിട്ട് എന്ത് വേണം, 10 lakh ഷെയർസ് സെല്ല് ചെയ്യാൻ അവിടെ ആൾ വേണം. ഓക്കെ, അപ്പം 10 lakh ബൈ ചെയ്യണമെങ്കിൽ 10 lakh സെല്ല് ചെയ്യാൻ ആൾ വേണം. അപ്പം സെൽ ഓർഡേഴ്സ് എവിടെയാണോ ഉള്ളത് അവിടേക്ക് പ്രൈസിനെ ഡ്രൈവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എവിടെയായിരിക്കും സെൽ എന്ന് പറയുന്നത്, ഇവിടെ സെല്ലിംഗ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് റീറ്റെയിൽ സെൽ സ്റ്റോപ്സ് ആണ്. ഓക്കെ, റീറ്റെയിൽ സെൽ സ്റ്റോപ്സ് ആണ്. റീറ്റെയിൽ സെൽ സ്റ്റോപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, റീറ്റെയിലേഴ്സ് എവിടെയാണോ ബൈ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ബൈ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എവിടെയാണോ അതിന് താഴെയുള്ള പോയിന്റ്സിലെല്ലാം എന്താണ്, അവരുടെ ബൈ ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ടുള്ള പെൻഡിങ് സെൽ ഓർഡേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ഇതുപോലെ ഒരു മാർക്കറ്റ് മൂവ് കിട്ടുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾ എന്തായി ചെയ്തിട്ടുണ്ടാവണം, ഇവിടെ ബൈ ചെയ്തിട്ടുണ്ടാവണം. കോമൺലി നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ മെജോറിറ്റി സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കണം, ഇതിന് താഴെയായിട്ടുണ്ടാവും. കാരണം എന്താണ്, നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കേണ്ട ഏരിയ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് ഒരു സ്വിംഗ് ലോയുടെ താഴെ. ഓക്കെ, ഞാൻ ബൈ പോയിന്റ് ഓഫ് വ്യൂലാണ് പറയുന്നത്. ഒരു സ്വിംഗ് ലോൻ്റെ താഴെ അല്ലെങ്കിൽ ഒരു പുൾ ബാക്ക് ലോണിൻ്റെ താഴെ, അങ്ങനെ ലോസിൻ്റെ താഴെയായിട്ട് നമ്മൾ സെൽ ഓർഡേഴ്സ്. ഓക്കെ, അപ്പോൾ എന്താണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ബൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, അവിടെ അവർ സെല്ലിംഗ് ഓർഡേഴ്സ് പെൻഡിങ് ആയിട്ടുള്ള ഏരിയ ഏതാണ്, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ സെൽ സ്റ്റോപ്സ് ഉള്ള ഏരിയ ഏതാണ്, ആ ഏരിയയിലേക്ക് പ്രൈസിനെ ഡ്രൈവ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, ഇവിടെയുള്ള സെൽ ഓർഡേഴ്സ് അവരെന്തായിട്ട് മാറ്റും, അവർ സെൽ ഓർഡേഴ്സ് ബൈ ഓർഡേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തും കൊണ്ടായിരിക്കും പ്രൈസിനെ മുകളിലേക്ക് ഡ്രൈവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ റീറ്റെയിലേഴ്സിൻ്റെ ഭാഷയിൽ പറയുന്നത് എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് പ്രൈസ് മുകളിലേക്ക് പോയി. അങ്ങനെ നമ്മളൊരു സ്മാർട്ട് മണീസിൻ്റെ ആ ഒരു ഓർഡർ പ്ലേസ്മെൻറ്റ് ലോജിക്കിന് ശേഷം ഇനി നമ്മൾ നോക്കുന്നത് PO3 അല്ലെങ്കിൽ AMDയുടെ ഡെഫിനിഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുകയാണെങ്കിൽ എന്താണ്, AMD ഈസ് ദ മാർക്കറ്റ്സ് റിപ്പീറ്റിംഗ് സൈക്കിൾ. ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അക്യുമുലേറ്റ് ഓർഡേഴ്സ്, ദെൻ റൺ ലിക്വിഡിറ്റി ടു മാനിപ്പുലേറ്റ് റീറ്റെയിലേഴ്സ്, ഫൈനലി ദേ അൺലീഷ് പ്രൈസ് ഇൻ വൺ ക്ലിയർ ഡയറക്ഷൻ ഡ്യൂറിങ് ഡിസ്ട്രിബ്യൂഷൻ. എന്താണ്, സിംപ്ലി നോക്കുകയാണെങ്കിൽ എന്താണ്, AMD എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് സൈക്കിളാണ്. ഇതൊരു റിപ്പീറ്റിംഗ് മാർക്കറ്റ് സൈക്കിൾ കൂടിയാണ്. കാരണം മാർക്കറ്റിൽ എപ്പോഴും ഇതുപോലത്തെ ഒരു പാറ്റേൺസ് റിപ്പീറ്റബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് ഒരു അക്യുമുലേഷൻ ഫേസ് ആണ്. ഈ അക്യുമുലേഷൻ ഫേസിൽ എന്താണ്, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർഡേഴ്സ് അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു ഫേസ് കൂടിയാണ്. നമ്മൾ ഈ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഈ ഒരു പവർ ഓഫ് 3 എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിലാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ആദ്യം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു അക്യുമുലേഷൻ ഫേസ് ആയിരിക്കും. അക്യുമുലേഷൻ ഫേസ് എപ്പോഴും എന്തായിരിക്കും, ഒരു സൈഡ് വേസ് റേഞ്ച് രീതിയിലായിരിക്കും. അവിടെ നമ്മൾ പറഞ്ഞ പോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താ ചെയ്യുന്നത്, അവർ ഓർഡേഴ്സ് അക്യുമുലേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആ ഒരു എക്സാമ്പിളിൽ പറഞ്ഞ പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് 10 lakh ഷെയർസ് ബൈ ചെയ്യണമെങ്കിൽ അവിടെ ഓർഡർ മാച്ചിങ് സിസ്റ്റം പ്രകാരം എന്താണ്, കൗണ്ടർ പാർട്ടീസ് ഉണ്ടായിരിക്കണം. അതായത് 10 lakh ഷെയർസ് ബൈ ചെയ്യണമെങ്കിൽ ഓപ്പോസിറ്റ് 10 lakh ഷെയർസ് സെല്ല് ചെയ്യാൻ ആൾ വേണം. ഓക്കെ, അപ്പോൾ എന്തായിരിക്കാം, ചിലപ്പം സെല്ല് ചെയ്യാൻ ആളുണ്ടായിരിക്കാം, ഉണ്ടാവാതിരിക്കാം. ഓക്കെ, അപ്പോൾ എപ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷൻസ് എപ്പോഴും ഹൈ ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റോക്സിലായിരിക്കും അവരുടെ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ ഓർഡേഴ്സിനായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഹൈ ലിക്വിഡ് സ്റ്റോക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും, 10 lakh ഷെയർസ് എപ്പോഴും എന്താണ്, അവർ അറ്റ് എ ടൈമിന് വാങ്ങുമോ, ഇല്ല, അറ്റ് എ ടൈമിന് വാങ്ങില്ല. ബിക്കോസ് ഓഫ് എന്താണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് ഓഫ് എന്താണ്, പ്രൈസ് 10 lakh ഷെയർസ് അറ്റ് എ ടൈം എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, അത് പ്രൈസിലും വോളിയത്തിലും സ്പൈക്ക് വരും, ഒരു ഇമ്പാക്റ്റ് വരും. അതുകൊണ്ടെന്താണ് അവർ ഗ്രാജുവലി ആയിരിക്കും വാങ്ങുക. ചിലപ്പോൾ എന്തായിരിക്കും, ഒരു 2 lakh ഷെയർസ് വാങ്ങും, ഒരു 5 lakh ഷെയർസ് വാങ്ങും, ഒരു 3 lakh ഷെയർസ് വാങ്ങും, 2 lakh ഷെയർസ് വാങ്ങും. ഓക്കെ, ഇങ്ങനെ എന്താണ് അക്യുമുലേറ്റ് ചെയ്ത് വാങ്ങുമ്പോഴെന്താണ്, അവിടെ വോളിയത്തിലും പ്രൈസിലും എന്താണ് ഒരു ഇമ്പാക്റ്റ് വരില്ല. ഓക്കെ, അവിടെ ആൾ അറിയുന്നില്ല അത് വാങ്ങുന്നുണ്ടോ എന്ന്. ഓക്കെ, ഒറ്റയടിക്കല്ല നമ്മൾ വാങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് എന്താണ്, അക്യുമുലേഷൻ ഫേസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡെഫിനിഷൻ നമുക്ക് എന്താണ് പിക്ചറൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ വ്യക്തമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കുന്നത് അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ബുള്ളിഷ് സെനാരിയോ ആണ്. ഓക്കെ, ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് അക്യുമുലേഷൻ ഫേസ് ആണ്. ഈ അക്യുമുലേഷൻ ഫേസ് നോക്കും നിങ്ങൾ, ഇവിടെ എന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യുന്നു,
പ്രൈസിനെ അക്യുമുലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓർഡേഴ്സ് ബിൽഡ് ചെയ്യുന്നു. അതുകൂടാതെ തന്നെ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അക്യുമുലേഷൻ ഫേസ് അപ്പോഴൊരു സൈഡ് വേസ് റേഞ്ച് പോലെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സൈഡ് വേസ് രീതിയിലായിരിക്കും. അങ്ങനെ ആകുന്ന സമയത്ത് എന്താണ്, മുകളിലും ലിക്വിഡിറ്റി ഉണ്ടാവും, താഴെയും ലിക്വിഡിറ്റി ഉണ്ടാവും. മുകളിലെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും താഴെയുള്ള ലിക്വിഡിറ്റി എന്ന് പറയുന്നത് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. ഓക്കെ, എങ്ങനെയാണ് മുകളിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആവുന്നത്? മുകളിൽ നിന്ന് ആളുകൾ സെല്ല് ചെയ്യുന്ന സമയത്ത് സെല്ല് ചെയ്തവൻ്റെ സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് മുകളിൽ എപ്പോഴും ബൈ ഓർഡേഴ്സ് ആയിരിക്കും, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കും. താഴെ നിന്ന് എപ്പോഴും ആളുകൾ എന്ത് ചെയ്യുന്നു, ഈ ഓരോ ലോന്നും ആളുകൾ ബൈ ചെയ്ത് കൂട്ടുന്നുണ്ട്. ബൈ ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, സെൽ ഓർഡർ ആയിരിക്കും. അതുകൊണ്ട് ഒരു അക്യുമുലേഷൻ്റെ മുകളിൽ ബൈ ഓർഡേഴ്സും അതുപോലെ താഴെ സെൽ ഓർഡേഴ്സും ആയിരിക്കും. ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റൻറ്റ് ബയ്യിങ് ആണെങ്കിൽ അവർ ടാർഗറ്റ് ചെയ്യുന്നത് എപ്പോഴും സെൽ ലിക്വിഡിറ്റീസ് ആയിരിക്കും, അല്ലെങ്കിൽ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസ് ആയിരിക്കും. അതുകൊണ്ട് പ്രൈസിനെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസ് ടേക്ക് ഔട്ട് ചെയ്ത് ആ സെൽ ഓർഡേഴ്സിനെ ബൈ ഓർഡേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തായിരിക്കും ആ ഒരു സ്ട്രോങ് മൂവ് വരുന്നത്. ഈ ഒരു മൂവിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം എഗെയിൻ പ്രൈസ് എന്ത് ചെയ്യുന്നു, ആ മാനിപ്പുലേറ്റ് ചെയ്ത ഏരിയയിലേക്ക് പ്രൈസ് എഗെയിൻ താഴേക്ക് വരുന്നു. എന്തിനാണ് വരുന്നത്, അല്ലെങ്കിൽ ആ റീട്രേസ്മെൻറ്റ് എന്തിനാണ് വരുന്നത്? എഗെയിൻ പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത് മാനിപ്പുലേഷൻ്റെ ഏരിയയിലായിരിക്കും. അവിടേക്ക് കൂടി വന്ന ആ ഓർഡേഴ്സ് കൂടി എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമുള്ള ആ മൂവിയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് എന്ന് പറയുന്നത് അക്യുമുലേഷൻ ഫേസ്, രണ്ടാമത്തത് മാനിപ്പുലേഷൻ ഫേസ്, മൂന്നാമത്തത് ഡിസ്ട്രിബ്യൂഷൻ ഫേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബുള്ളിഷ് സെനാരിയോയിൽ നോക്കിയതുപോലെ തന്നെ നമ്മൾ ബെയറിഷ് സെനാരിയോയിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മൾ നേർലി പറഞ്ഞതുപോലെ തന്നെ ആദ്യം എന്തായിരിക്കും, ഒരു അക്യുമുലേഷൻ ഫേസ് ആയിരിക്കും. അക്യുമുലേഷൻ ഫേസ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അക്യുമുലേറ്റ് ഓർഡേഴ്സ് ആയിരിക്കും. മുകളിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും താഴെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കും. ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് സെല്ലാണെന്ന് വിചാരിക്കുക. അതായത് നമ്മൾ നേരത്തെ 10 lakh ഷെയർസ് ബൈ ആണെങ്കിൽ ഇവിടെ 10 lakh ഷെയർസ് സെല്ലാണ്. ഓക്കെ, അപ്പം നമ്മൾ എന്താണ്, സെൽ ഓർഡേഴ്സ് സെല്ലിംഗ് ആണ് ഇൻറ്റൻറ്റ് എന്നുണ്ടെങ്കിൽ അവർ ടാർഗറ്റ് ചെയ്യുന്ന ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ബൈ ലിക്വിഡിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസ് എപ്പോഴും ഒരു ഹൈയുടെ മുകളിലായിരിക്കും. അതുകൊണ്ട് പ്രൈസിനെ മുകളിലേക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ട് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസ് എല്ലാം ടേക്ക് ഔട്ട് ചെയ്ത് ബൈ ഓർഡേഴ്സ് എന്തായിട്ട് കൺവേർട്ട് ആവും, സെൽ ഓർഡേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും ആ ഒരു ഓപ്പോസിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം പ്രൈസ് താഴേക്ക് ആ ഒരു മുകളിലേക്ക് ആ ഒരു മാനിപ്പുലേഷൻ ഫേസിലേക്ക് റീട്രേസ് ചെയ്ത് വരുന്നത് എന്തിനാണ്, നമ്മളിവിടെ പറഞ്ഞതുപോലെ പെൻഡിങ് ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് വരുന്നു. അതിനുശേഷമായിരിക്കും ദ റിയൽ ഡിസ്ട്രിബ്യൂഷൻ മൂവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം AMD മനസ്സിലായല്ലോ, അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഗോട്ട് ഇറ്റ്? വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, മാർക്കറ്റിൽ ഇന്റർ ബാങ്ക് പ്രൈസ് ഡെലിവറി അൽഗോരിതം എന്ന് പറയുന്നത് പോലെ യൂട്യൂബിനും ഒരു അൽഗോരിതം ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു കമൻറ്റും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടുന്നുവെന്ന് ആത്മാർത്ഥമായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കും. അങ്ങനെ ഇനി നമ്മളെന്താണ്, നമ്മളുടെ ആ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ ലോജിക്ക് നമ്മൾ ഈ ഒരു AMD ആയിട്ട് കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വായിച്ചു നോക്കുകയാണെങ്കിൽ എന്താണ്, ആൻ ഓർഡർ ബ്ലോക്ക് ഈസ് ക്രിയേറ്റഡ് ഡ്യൂറിങ് മാനിപ്പുലേഷൻ ഫേസ്. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ, നമ്മൾ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷനിൽ നമ്മളുടെ ആ ഒരു മാനിപ്പുലേഷൻ ഫേസിലാണ് ആക്ച്വലി എന്ത് ക്രിയേറ്റ് ആവുന്നത്, നമ്മളുടെ ഓർഡർ ബ്ലോക്ക് ഫോം ആവുന്നത്. ഇറ്റ് മാർക്സ് വെൻ ദ സ്മാർട്ട് മണി പ്ലേസ് ലാർജ് ഓർഡർ ടു ട്രാപ്പ് ലിക്വിഡിറ്റി ബിഫോർ ദ കോസിംഗ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് കൺഫോമിംഗ് ദയർ ഇൻറ്റൻഷൻ ടു എക്സ്പാൻഡ് ദ പ്രൈസ് ഇൻ ദ സ്പെസിഫിക് ഡയറക്ഷൻ. അതായത് നമ്മളുടെ ആ ഒരു അക്യുമുലേഷൻ ഫേസ്, മുകളിലും ലിക്വിഡിറ്റി താഴെയും ലിക്വിഡിറ്റി. ഓക്കെ, മുകളിലും ലിക്വിഡിറ്റി താഴെയും ലിക്വിഡിറ്റി. മുകളിലെ ലിക്വിഡിറ്റിനെ നമ്മൾ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്നും താഴെ ലിക്വിഡിറ്റിനെ നമ്മൾ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്നുമാണ് വിളിക്കുന്നത്. ഓക്കെ, മുകളിൽ നിന്ന് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, 1 leg ഓഫ് സെല്ലിംഗ്, 2 leg ഓഫ് സെല്ലിംഗ്, 3 leg ഓഫ് സെല്ലിംഗ്, 4 leg ഓഫ് സെല്ലിംഗ്. ഈ ലെഗ് ഓഫ് സെല്ലിങ്സിൻ്റെ ഈ സെല്ല് ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ബൈ ഓർഡർ ആയിരിക്കും. ആ ബൈ ഓർഡറാണ് നമുക്ക് ഇവിടെ കാണുന്ന ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. അതുപോലെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഈ ഒരു ലോ ഒന്ന് ബൈ വന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് മുകളിലേക്ക് ബൈ വന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് ബൈ വന്നിട്ടുണ്ട്, ഇവിടെ നിന്നും ബൈ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഓരോ ലെഗ് ഓഫ് ഈ ബൈയിങ് ഇൻറ്റൻറ്റിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എന്താണ്, സെൽ ഓർഡറാണ്. അതുകൊണ്ട് എന്താണ്, ഈ ലോ എന്ന് പറയുന്നത് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. ഓക്കെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻറ്റൻറ്റ് ബൈയിങ് ആണെങ്കിൽ അവർ ടേക്ക് ഔട്ട് ചെയ്യുന്നത് സെൽ ഓർഡേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇവിടെയുള്ള ഈ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസ് എല്ലാം അവരെന്ത് ചെയ്യുന്നു, ടേക്ക് ഔട്ട് ചെയ്തും കൊണ്ട് ഈ സെൽ ഓർഡേഴ്സ്, അതായത് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി കൺവേർട്ട് ചെയ്തും കൊണ്ട് എന്ത് ചെയ്യുന്നു, ബൈ ഓർഡേഴ്സ് ആയിട്ട് മാറ്റിയിട്ടായിരിക്കും അവരുടെ ആ ഒരു
ആക്ച്വൽ മൂവ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വൽ മൂവ് വരുന്നത് എന്ന് പറയുന്നത് എവിടെയാണ്? ഈ ഒരു മാനിപ്പുലേഷന് ശേഷമാണ്. അതുകൊണ്ട് ഈ മാനിപ്പുലേഷൻ ഫേസിലായിരിക്കും ആക്ച്വലി എന്ത് വരുന്നത്? ഓർഡർ ബ്ലോക്കിൻ്റെ ആ ഒരു ഫോർമേഷൻ ഈ ഒരു ഏരിയയിലായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ സെയിംലി നമ്മൾ ബെയറിഷ് സെനാരിയോയിൽ പറഞ്ഞ പോലെ നമുക്കൊരു അക്യുമുലേഷൻ ഫേസ് ഇവിടെ ക്രിയേറ്റ് ആവുന്നു. അക്യുമുലേഷൻ്റെ മുകളിലായിട്ട് നമുക്ക് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും താഴെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. ഓക്കെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റൻറ്റ് സെല്ലിംഗ് ആണെങ്കിൽ അവർക്ക് വേണ്ട ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ബൈ ലിക്വിഡിറ്റീസ് ആണ്, അല്ലെങ്കിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ആ ലിക്വിഡിറ്റി ഉള്ള ഏരിയയിലേക്ക് പ്രൈസിനെ ഡ്രൈവ് ചെയ്തുകൊണ്ട് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എല്ലാം ടേക്ക് ഔട്ട് ചെയ്ത, അതായത് ഇവിടുന്ന് സെല്ല് ചെയ്ത സ്റ്റോപ്പ് ലോസ് ഓർഡർ അല്ലെങ്കിൽ ഇവിടുന്ന് സെല്ല് ചെയ്ത ആളുകളുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ആയിട്ടുള്ള ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ ബൈ ഓർഡേഴ്സ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് അത് സെൽ ഓർഡേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തും കൊണ്ടുള്ള ഒരു മൂവ്, ഇതാണ് ആ ഒരു ബെയറിഷ് ഡിസ്പ്ലേസ്മെൻറ്റ് പറയുന്നത്. അതുകൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം ഓപ്പോസിറ്റ് വരുന്ന മൂവിനെയാണ് നമ്മൾ ആക്ച്വലി ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് നമ്മൾ ICT ഫോമിൽ പറയുന്നത്. ഓക്കെ, ആ ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് സംഭവിക്കുന്നത് എപ്പോഴും എന്താണ്? ഒരു മാനിപ്പുലേഷന് ശേഷമാണ്. ഓക്കെ, അപ്പോൾ ആ മാനിപ്പുലേഷൻ ഫേസിലാണ് നമുക്കിവിടെ ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ഹൗ ഇറ്റ് ഫിറ്റ് വിത്ത് AMD അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇത് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ്? അക്യുമുലേഷൻ എന്ന് പറയുന്നത് പ്രൈസ് കൺസോൾട്ടേഷൻ ആണ്, സ്മാർട്ട് മണീസ് ബിൽഡ് പൊസിഷൻ ആണ്, നമ്മൾ പറഞ്ഞത് തന്നെയാണ്. മാനിപ്പുലേഷൻ ഫേസ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന, അതായത് അക്യുമുലേഷനിൽ മുകളിലും താഴെയും ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിലേതെങ്കിലും ഒരു ലിക്വിഡിറ്റീസിനെ ടേക്ക് ഔട്ട് ചെയ്യുന്ന ഒരു ഫേസാണ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ഈസ് ഗ്രാബ്ഡ് അബോവ് ബിലോ ദ റേഞ്ച്, അതൊരു ഫേക്ക് ഔട്ട് ആയിരിക്കും. ഓർഡർ ബ്ലോക്ക് ഫോംസ് ഹിയർ, എപ്പോഴും ഒരു ഓർഡർ ബ്ലോക്ക് ഒരു മാനിപ്പുലേഷൻ ഫേസിലായിരിക്കും. അതാണ് ലിക്വിഡിറ്റി സ്വീപ്പ് ഇല്ലാത്ത എല്ലാ ഓർഡർ ബ്ലോക്കും ട്രാപ്പ് ആണെന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ. ലിക്വിഡിറ്റി സ്വീപ്പ് ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടുകയാണെങ്കിൽ അത് ഓർഡർ ബ്ലോക്ക് അല്ല, അത് ഇൻഡ്യൂസ് ചെയ്യാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആണെന്ന് വേണം മനസ്സിലാക്കാൻ. ഓർഡർ ബ്ലോക്സ് ഫോംസ് ഹിയർ ദ ലാസ്റ്റ് ബുള്ളിഷ് ഓർ ബെയറിഷ് ക്യാൻഡിൽ ബിഫോർ ദ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ബിഫോർ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ദാറ്റ് ഫോളോസ് ദി മാനിപ്പുലേഷൻ. ഡിസ്ട്രിബ്യൂഷൻ ഫേസ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു എക്സ്പാൻഷൻ സംഭവിക്കുന്നത് എപ്പോഴാണ്? ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് മാനിപ്പുലേഷന് ശേഷം സംഭവിക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റിന് ശേഷം പ്രൈസ് ഒരു റീട്രേസ്മെൻറ്റ് വരും. എവിടേക്ക്? മാനിപ്പുലേഷൻ ഫേസിലേക്ക്. ആ മാനിപ്പുലേഷൻ ഫേസിലേക്ക് എന്താണ്? പെൻഡിങ് ഓർഡേഴ്സ് ടേക്ക് ഔട്ട് ചെയ്തിട്ടായിരിക്കും മുകളിലേക്കുള്ള ഡിസ്ട്രിബ്യൂഷൻ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഓവറോൾ നമ്മളെന്താണ് ആ ഒരു ലോജിക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ദ ഓർഡർ ബ്ലോക്ക് ഈസ് ദ സ്മാർട്ട് മണി ഫുട് പ്രിൻറ്റ് ഡ്യൂറിങ് മാനിപ്പുലേഷൻ ഷോ ദയർ ട്രൂ എൻട്രി ബിഫോർ ദ എക്സ്പാൻഷൻ ഫേസ്. ഓക്കെ, ആ ഒരു എക്സ്പാൻഷൻ ഫേസിന് മുന്നേ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫുട് പ്രിൻറ്റ്സ് നമുക്ക് ഓർഡർ ബ്ലോക്കോട് കൂടി മനസ്സിലാക്കാമെന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് ആ മാനിപ്പുലേഷൻ ഫേസിൽ ദർ ഈസ് എ ലിക്വിഡിറ്റി സ്വീപ്പ് ആൻഡ് എ ഡിസ്പ്ലേസ്മെൻറ്റ് മൂവിൽ നമുക്ക് എന്താണ് ആ ഒരു ഓർഡർ ബ്ലോക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഈ ഒരു 17.5 മിനിറ്റ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. ദാറ്റ് മീൻസ് മാനിപ്പുലേഷൻ ഈസ് ഈക്വൽ ടു ലിക്വിഡിറ്റി സ്വീപ്പ്. ഒരു ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷമാണ് ആക്ച്വലി ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആവുന്നത്. ഓക്കെ, ബുള്ളിഷ് എക്സാമ്പിളിൽ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇവിടെ നമുക്കൊരു ബുള്ളിഷ് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ദർ ഈസ് എ ബുള്ളിഷ് ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് കിട്ടിയിട്ടുണ്ട് ആഫ്റ്റർ മാനിപ്പുലേഷൻ, അല്ലെങ്കിൽ ആഫ്റ്റർ ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് കിട്ടിയിട്ടുണ്ട്. ആ ഡിസ്പ്ലേസ്മെൻറ്റ് മൂവിൽ ആ ഒരു മാനിപ്പുലേറ്റീവ് ലെഗിലുള്ള ലാസ്റ്റ് ബെയറിഷ് ക്യാൻഡിലായിരിക്കും നമ്മളുടെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? നമുക്ക് ദർ ഈസ് എ ഒരു ഈക്വൽ ലോ കിട്ടിയിട്ടുണ്ട്. ഈക്വൽ ലോ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു റീറ്റെയിൽ മെൻറ്റാലിറ്റിയിൽ ദർ ഈസ് എ സ്ട്രോങ് സപ്പോർട്ട്. ഓക്കെ, ദർ ഈസ് എ സ്ട്രോങ് സപ്പോർട്ട്. ഒരു സ്ട്രോങ് സപ്പോർട്ട് ആണെങ്കിൽ എന്താണ്? അതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് ഇടാം, കാരണം അത് സ്ട്രോങ് ആണ്, അടിക്കാൻ ചാൻസ് കുറവായിരിക്കും. ഓക്കെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ ഒരു ICT മെൻറ്റാലിറ്റിയിൽ എന്താണ്? ദർ ഈസ് എ സപ്പോർട്ടല്ല, ദർ ഈസ് എ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആണ്. ബിക്കോസ് ഓഫ് എന്താണ്? ഇവിടെ നിന്നൊക്കെ ബൈ ചെയ്ത ആളുകളുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ ആണ്. ബൈയിങ് ഇൻറ്റൻ്റ് ആണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടാർഗറ്റ് ചെയ്യുന്നത് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പ്രൈസ് എന്ത് ചെയ്യുന്നു? സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യുന്നു. സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസിനെ ബൈ ഓർഡേഴ്സ് കൺവേർട്ട് ചെയ്തുകൊണ്ടായിരിക്കും ഇൻസ്റ്റിറ്റ്യൂഷണൽ റിയൽ ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് സംഭവിക്കുന്നത്. അവിടെ ആയിരിക്കും ആക്ച്വലി നമ്മളുടെ OB കൺഫേം ആവുന്നത്. അതുപോലെ സെൽ സെനാരിയോയിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ബെയറിഷ് ഡിസ്പ്ലേസ്മെൻറ്റ് വന്നിട്ടുണ്ട് ആഫ്റ്റർ ലിക്വിഡിറ്റി സ്വീപ്പ്. ഓക്കെ, ഇതായിരിക്കണം നമ്മളുടെ OB എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ദർ ഈസ് എ ഈക്വൽ ഹൈ ഫോർമേഷൻ റൈറ്റ് ഹിയർ. ഈക്വൽ ഹൈ എന്ന് പറയുമ്പോൾ എന്താണ്? ദർ ഈസ് എ സ്ട്രോങ് റെസിസ്റ്റൻസ് ഇൻ റീറ്റെയിൽ പോയിന്റ് ഓഫ് വ്യൂ. റീറ്റെയിൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഈക്വൽ ഹൈ എന്ന് പറയുന്നത് ദർ ഈസ് എ സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. സ്ട്രോങ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്?
സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രോങ് റെസിസ്റ്റൻസിൻ്റെ മുകളിലായിട്ട് നമുക്ക് എന്ത് വെക്കാം, സ്റ്റോപ്പ് ലോസ് വെക്കാം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ഒരു ICT പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ദർ ഈസ് എ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ബിക്കോസ് ഓഫ് 1 leg ഓഫ് സെല്ലിംഗ്, 2 leg ഓഫ് സെല്ലിംഗ്, 3 leg ഓഫ് സെല്ലിംഗ്. സെല്ല് ചെയ്ത ആളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ബൈ ഓർഡേഴ്സ് ആണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റൻറ്റ് സെല്ലിംഗ് ആണെങ്കിൽ അവർ ടേക്ക് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യുന്ന ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ബൈ ലിക്വിഡിറ്റി ആയിരിക്കും. ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് ബൈ ഓർഡേഴ്സ് സെൽ ഓർഡേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും ബെയറിഷ് ഡിസ്പ്ലേസ്മെൻറ്റ് പറയുന്നത്. ആ ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗിലെ എക്സ്ട്രീം ക്യാൻഡിലായിരിക്കും നമ്മളുടെ ബെയറിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഗോട്ട് ഇറ്റ്. അപ്പോൾ നമ്മൾ ഓവറോൾ കൺക്ലൂഡിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എവറി ഓർഡർ ബ്ലോക്ക് ഈസ് ടിപ്പിക്കലി ഫോംഡ് റൈറ്റ് ആഫ്റ്റർ എ ലിക്വിഡിറ്റി സ്വീപ്പ്. ഏതൊരു ഓർഡർ ബ്ലോക്കും ഫോം ആവുന്നത് ഒരു ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷമായിരിക്കും ഡ്യൂറിങ് ദ മാനിപ്പുലേഷൻ ഫേസ്. ആ ലിക്വിഡിറ്റി സ്വീപ്പ് എപ്പോഴും ആ ഒരു മാനിപ്പുലേഷൻ ഫേസിലായിരിക്കും എന്ന് കൂടി മനസ്സിലാക്കുക. അതുപോലെ തന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നോ ലിക്വിഡിറ്റി സ്വീപ്പ് അല്ലെങ്കിൽ നോ സ്വീപ്പ്, ദർ ഈസ് നോ സെറ്റപ്പ്. ദ ഓർഡർ ബ്ലോക്ക് ഈസ് ഓൺലി മീനിങ്ഫുൾ if it's a part of manipulation. ഒരു മാനിപ്പുലേഷന് ശേഷം കിട്ടുന്ന ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവിൽ കിട്ടുന്ന ഓർഡർ ബ്ലോക്ക് ആയിരിക്കും ദ റിയൽ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. വിത്തൗട്ട് ലിക്വിഡിറ്റി സ്വീപ്പ് ദർ ഈസ് നോ സെറ്റപ്പ്. അങ്ങനെ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ദ 4 elements ദാറ്റ്സ് മെയ്ക്ക് ആൻ എ ഓർഡർ ബ്ലോക്ക് വാലിഡ്. നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കിന് വേണ്ട 4 ഇമ്പോർട്ടൻ്റ് എലമെൻസിനെയാണ് നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ലിക്വിഡിറ്റി സ്വീപ്പ് തന്നെയാണ്. ഓക്കെ, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു. എന്നിരുന്നാലും നമ്മൾ ഇതിനെക്കുറിച്ച് മോർ അബൌട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഒരു ബെയറിഷ് എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്കിവിടെ 2 രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഇവിടെ നമുക്ക് എന്താണ് ഒരു റിലേറ്റീവ് ഈക്വൽ ഹൈ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പ്രൈസ് എന്ത് ചെയ്യുന്നു, ആദ്യം ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം എഗെയിൻ പ്രൈസ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ദർ ഈസ് ലിക്വിഡിറ്റി റൈറ്റ് ഹിയർ. അതായത് എന്താണ്, ഒരു ICT പറയുകയാണെങ്കിൽ രീതിയിൽ പറയുകയാണെങ്കിൽ എവറി ഹൈസ് ആൻഡ് ലോസ് കൺസിഡർ എസ് എ ലിക്വിഡിറ്റി. ഓക്കെ, അപ്പം നമുക്ക് 2 ഈക്വൽ ഹൈസ് വരികയാണെങ്കിൽ ദാറ്റ് മീൻസ് ആ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് അവിടെ ഒരു ലിക്വിഡിറ്റി പൂൾ ആയിരിക്കും. ഒരു റീറ്റെയിൽ പോയിന്റ് ഓഫ് വ്യൂ ദർ ഈസ് എ റെസിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ റിലേറ്റീവ് ഈക്വൽ ഹൈസ് വന്നിട്ടുണ്ട്, ദർ ഈസ് എ ലിക്വിഡിറ്റി ആൻഡ് ദർ ഈസ് എ ലിക്വിഡിറ്റി, അതുകൊണ്ട് ദർ ഈസ് എ ലിക്വിഡിറ്റി പൂൾ. ഓക്കെ, ഇവിടെ ഉള്ളത് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസ് ആണ്. ബിക്കോസ് ഓഫ് ഇവിടെ നിന്നും സെല്ലിങ് താഴേക്ക് വന്നിട്ടുണ്ട്, റൈറ്റ് ഹിയർ ഇവിടെ നിന്നും സെല്ലിങ് താഴെ വന്നിട്ടുണ്ട്. സെല്ല് ചെയ്ത ആളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എന്താണ്, ദർ ഈസ് എ ബൈ ഓർഡർ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ പ്രൈസ് മുകളിലേക്ക് വന്നിട്ട് ഒരു വിക്കോട് കൂടിയിട്ട് മുകളിലെ ബൈ ഓർഡേഴ്സ് എല്ലാം കളക്ട് ചെയ്തിട്ട് പ്രൈസ് താഴേക്ക് ഒരു റിവേഴ്സൽ സൈന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതെന്താണ്, ദർ ഈസ് എ വിക്ക് സ്വീപ്പാണ്. ഇവിടുത്തെ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തത് വിക്കോട് കൂടിയാണ്. ഓക്കെ, പ്രൈസ് വിക്ക് എബോവ് ബിലോ ദ ലിക്വിഡിറ്റി ബട്ട് ക്ലോസ് ദ ഇൻസൈഡ് ലൈക്ലി റിവേഴ്സൽ. അതായത് ഈ ഒരു ലിക്വിഡിറ്റീസ് ടേക്ക് ഔട്ട് ചെയ്തിട്ട് ഈ ഒരു ഏരിയയുടെ ഉള്ളിലായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മോർ അബൌട്ട് നമുക്കൊരു റിവേഴ്സൽ എക്സ്പെക്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ലിക്വിഡിറ്റി സ്വീപ്സ് എന്താണ്, അത് ഒരു സ്വീപ്പ് വിത്ത് ബോഡി ക്ലോസോട് കൂടി കിട്ടും. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ദർ ഈസ് ഹൈ, ദർ ഈസ് ഹൈ, ദർ ഈസ് എ റിലേറ്റീവ് ഈക്വൽ ഹൈ. പ്രൈസ് ഇവിടെ എന്ത് ചെയ്തു, ബോഡി ക്ലോസ് തന്നിട്ടുണ്ട്. ഓക്കെ, ബോഡി ക്ലോസ് തന്നു കഴിഞ്ഞാൽ ഈ 2 കാൻഡിൽസ് ഫോം ആവുന്നതിനുള്ള ഇതെന്താണ്, പ്രോപ്പറായിട്ടുള്ള ഒരു കാൻഡിൽ ക്ലോഷറാണ്. ഓക്കെ, കാൻഡിൽ ക്ലോഷറാണ്. അതുകൊണ്ട് മോർ ആളുകൾ വിചാരിക്കുന്നത് എന്താണ്, ദർ ഈസ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ഇനി പ്രൈസ് ഫർദർ മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ ദ പ്രൈസ് ക്ലോസ് എബോവ് ഓർ ബിലോ ദ ലിക്വിഡിറ്റി ലെവൽ ഷോർ സ്ട്രോങ്ങർ ഇൻറ്റൻറ്റ് മേ കണ്ടിന്യൂ ഓർ ട്രാപ്പ് ഡീപ്പർ. ഓക്കെ, അപ്പോൾ എന്താണ്, ഇവിടെ നമ്മൾ വിക്കായിട്ട് സ്വീപ്പ് ചെയ്യുന്നതിലെ കമ്പയർ ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്, ഇത് കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, ഒരു ഡീപ്പ് ട്രാപ്പിലോട് കൂടി പ്രൈസ് റിവേഴ്സ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് ഒരു ഓർഡർ ബ്ലോക്കിന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ലിക്വിഡിറ്റി സ്വീപ്പാണ്. ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ഒരു ഓർഡർ ബ്ലോക്കിനുണ്ടെങ്കിൽ അത് വാലിഡ് ആവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതിന് ആദ്യം വേണ്ട എസെൻഷ്യൽ കാര്യം എന്ന് പറയുന്നത് ദർ ഈസ് എ ലിക്വിഡിറ്റി സ്വീപ്പാണ്. ലിക്വിഡിറ്റി സ്വീപ്പ് വിക്ക് ബേസ് ആയിട്ടുമുണ്ട്, ബോഡി ക്ലോസ് ആയിട്ടുമുണ്ട്. പക്ഷെ മോസ്റ്റ്ലി ആക്യുറേറ്റ് എന്ന് പറയുന്നത് വിക്ക് സ്വീപ്പ് ആയിരിക്കും. ബോഡി സ്വീപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, ദർ ഈസ് ആ റിവേഴ്സലിനുള്ള ഒരു പ്രോബബിലിറ്റി അവിടെ കുറവാണ്. ബിക്കോസ് ഓഫ് എന്താണ്, ഇവിടെ സെല്ലേഴ്സിൻ്റെ അല്ലെങ്കിൽ ഒരു ബയേഴ്സിൻ്റെ ഡൊമിനൻസിയാണ് ആക്ച്വലി ഇവിടെ കാണുന്നത്. പക്ഷെ എന്താണ്, ബോഡി ക്ലോസോട് കൂടിയിട്ടുള്ള ഒരു ഡീപ്പർ മാനിപ്പുലേഷനിലൂടെയും നമുക്ക് എന്താണ് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കൺസിഡർ ചെയ്യാം എന്നതാണ് ആക്ച്വലി വസ്തുത.
അങ്ങനെ ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം ഇനി നമുക്ക് എന്താണ് ഒരു വാലിഡ് ഓർഡർ ബ്ലോക്കിന് വേണ്ട രണ്ടാമത്തെ എസെൻഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് വിത്ത് FEG അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് പ്ലസ് FEG ആണ്. ഓക്കെ, അപ്പം നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ ഈ ഒരു ചാർട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്ലൈഡിൽ കാണുന്നത് പോലെ നമുക്ക് എന്താണ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് ഒരു സ്ട്രോങ് മൂവ് താഴേക്കും ആയിട്ട് തന്നിട്ടുണ്ട്. അതിലൊരു FEG ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സെയിം കാര്യം തന്നെ ലിക്വിഡിറ്റി സ്വീപ്പ് ആയിട്ട് എന്താണ് ഒരു സ്ട്രോങ് മൂവ് അല്ലാതെ ഒരു ചോപ്പി മൂവ് കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. വാലിഡ് ആയിട്ട് നമുക്കൊരു ഹൈ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഈക്വൽ ഹൈ കിട്ടിയിട്ടുണ്ട്. ഈക്വൽ ഹൈ എന്ത് ചെയ്ത് പ്രൈസ് സ്വീപ്പ് ചെയ്തതിന് ശേഷം സഡൻ ആയിട്ടൊരു മൂവ് പ്രൈസ് താഴേക്ക്, അതിലെന്ത് ചെയ്തു ഒരു FEG കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആക്ച്വലി എന്ത് ഡിസ്പ്ലേസ്മെന്റ് പ്ലസ് FEG എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നോക്കൂ നിങ്ങൾ ഡിസ്പ്ലേസ്മെന്റ് ആഫ്റ്റർ ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയുമ്പോൾ ദർ ഈസ് എ സ്ട്രോങ് ആൻഡ് ക്ലീൻ മൂവ് ആഫ്റ്റർ എ ലിക്വിഡിറ്റി സ്വീം കൺഫേം ദാറ്റ് എ സ്മാർട്ട് മണി കൺട്രോൾ ബിക്കോസ് ഓഫ് എന്താണ് മുകളിലെ ലിക്വിഡിറ്റീസ് ടേക്ക് ഔട്ട് ചെയ്ത് സഡൻ ആയിട്ടുള്ള ഒരു സ്ട്രോങ് മൂവ്. ആലോചിച്ച് നോക്കും നിങ്ങൾ, ഒരു മുകളിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് കാണിച്ചു, ആക്ച്വലി അതൊരു ഫേക്ക് ഔട്ടായി. അവിടെ എന്ത് ചെയ്തു സ്മാർട്ട് മണീസ് കൺട്രോൾ ഏറ്റെടുത്ത് ആ ഒരു ഇൻറ്റൻറ്റ് അവരവിടെ കാണിച്ചു. ബിക്കോസ് ഓഫ് എന്താണ് നമ്മൾ പറഞ്ഞതുപോലെ മുകളിൽ എന്താണ് ദർ ഇസ് എ ഈക്വൽ ഹൈ ഫോർമേഷൻ വന്നിട്ടുണ്ട്. ഈക്വൽ ഹൈ എന്ന് പറയുമ്പോൾ എന്താണ് ദർ ഇസ് എ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി പൂളായിട്ട് വന്നിട്ടുണ്ട്. ദർ ഇസ് എ 1 leg ഓഫ് സെല്ലിംഗ് ആൻഡ് ദർ ഇസ് എ 2nd leg ഓഫ് സെല്ലിംഗ്. രണ്ടിൽ സെല്ല് ചെയ്തതിൻ്റെയും മുകളിലായിട്ട് സെല്ല് ചെയ്തവരുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ബൈ ഓർഡേഴ്സ് ആണ്. ബൈ ഓർഡേഴ്സ് കണക്ട് ചെയ്തു, എന്ത് ചെയ്തു സെൽ ഓർഡേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ആ കൺവേർഷനാണ് നമ്മളിവിടെ കണ്ട ഒരു സ്ട്രോങ് ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് വിത്ത് FEG. അതുകൊണ്ട് എന്താണ് ഒരു ഓർഡർ ബ്ലോക്കിന് എന്താണ് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലസ് FEG വേണം. ഇവിടെ എന്താണ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ ഒരു സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രസൻസ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നില്ല. ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്, ഓക്കെ, പക്ഷേ ആ ഒരു മൂവ്മെൻറ്റ് നമ്മൾ നോക്കൂ, ഇവിടെ പ്രൈസ് താഴേക്ക് ഒരു ചോപ്പി ആയിട്ടാണ് പോകുന്നത്. അതുപോലെ എന്താണ് ദെറിസ് ഇവിടെ ഒരു FEGസും ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. അതായത് ലാക്ക് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആഫ്റ്റർ ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം ലാക്ക് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ് പ്രൈസ് മൂവ്ലി സ്ലോലി സ്റ്റേ ചോപ്പി ആഫ്റ്റർ എ ലിക്വിഡിറ്റി സ്വീപ്പ് ലൈക്ലി എ ഫോൾസ് മൂവ്. ഓക്കെ, പ്രൈസ് എന്താണ് ഇവിടുന്ന് റിവേഴ്സ് ആവും എന്ന് നമുക്ക് എന്താണ് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. നോ കൺഫർമേഷൻ വാലിഡ് ഫോർ എ വാലിഡ് ട്രേഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നത് എന്താണ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നതാണ് ഒരു സ്മാർട്ട് മണി ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത്. മനസ്സിലാക്കുക, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവ് താഴേക്ക് വരണം. ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് ആ ടാർഗറ്റ് ചെയ്ത ലിക്വിഡിറ്റീസിനെ അവർക്ക് വേണ്ട ഇനീഷ്യൽ ഓർഡർ ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം ഒരു സ്ട്രോങ് ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് വരുമ്പോഴാണ് ആക്ച്വലി എന്താണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ ഒരു സ്മാർട്ട് മണി ഇൻറ്റൻറ്റ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. അതായത് ലിക്വിഡിറ്റി സ്വീപ്പ് സംഭവിച്ചു എന്ന് വെച്ച് നമുക്ക് എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്കിത് ഓബിയായിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ബിക്കോസ് ഓഫ് നമുക്ക് എന്താ ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് വേണം. ഈ ഒരു മൂവോടുകൂടി ഒരു സ്ട്രോങ് മൂവ് വരണം. ഓക്കെ, അപ്പോഴാണ് നമുക്ക് ആ ഒരു ഇൻറ്റൻറ്റ് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ വേണ്ടി പറ്റുക. ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം നമുക്ക് ആക്ച്വലി ആ ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് സംഭവിച്ചു എന്ന് പറയാൻ വേണ്ടി പറ്റുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം വാലിഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്കിന് വേണ്ട രണ്ടാമത്തെ എസെൻഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലസ് FEG. ആ ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലസ് FEG എന്ന് പറയുമ്പോൾ ആ ഡിസ്പ്ലേസ്മെൻറ്റ് രീതിയിൽ നമുക്കൊരു FEG വരും. FEG എന്ന് പറയുമ്പോൾ എന്താണ് ദർ ഇസ് എ ഇംബാലൻസ് ആണ്. ആ ഇംബാലൻസ് റീബാലൻസ് ചെയ്യാനായിട്ട് പ്രൈസ് മുകളിലേക്ക് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് FEG എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ട് നമ്മളുടെ ആ ഒരു OBയുടെ താഴെയായിട്ട് ഒരു FEG ഉണ്ടെങ്കിൽ എന്താണ് ഇൻ കേസ് ആ ഒരു OB മിറ്റിഗേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്. ബിക്കോസ് ഓഫ് ആ ഓർഡർ ബ്ലോക്കിൻ്റെ താഴെ ഒരു FEG ഉണ്ട്. FEG മാഗ്നറ്റ് പോലെ വർക്ക് ചെയ്യും. ഇംബാലൻസ് റീബാലൻസ് ചെയ്യാനായിട്ട് പ്രൈസ് മുകളിലേക്ക് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലസ് FEG ഈസ് കമ്പൾസറി. അങ്ങനെ നമ്മൾ ലിക്വിഡിറ്റി സ്വീപ്പിനും ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലസ് FEGക്കും ശേഷം ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്കിന് വേണ്ട മൂന്നാമത്തെ എസെൻഷ്യൽ കാര്യം എന്ന് പറയുന്നത് എന്താണ് ദർ ഈസ് എ സ്ട്രക്ചർ ബ്രേക്ക് ഓർ സ്ട്രക്ചർ ഷിഫ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ സ്ട്രക്ചർ ബ്രേക്ക് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് സ്ട്രക്ചർ ബ്രേക്കോട് കൂടി എപ്പോഴാണ് കിട്ടുന്നത് ഒരു കണ്ടിന്യൂഷൻ ഓർഡർ ബ്ലോക്കിലാണ്. സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുന്നത് എപ്പോഴാണ് ഒരു റിവേഴ്സൽ ഓർഡർ ബ്ലോക്കിലാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ മൂന്നാമത്തെ എസെൻഷ്യൽ കാര്യം എന്ന് പറയുന്നത് സ്ട്രക്ചർ ബ്രേക്ക് ഓർ സ്ട്രക്ചർ ഷിഫ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ് SB ഓർ SS എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളുടെ ആ സെയിം എക്സാമ്പിളിൽ നോക്കും നിങ്ങൾ. ലിക്വിഡിറ്റി നമ്മൾ അഡ്രസ്സ് ചെയ്തു, ലിക്വിഡിറ്റിയെ സ്വീപ്പ് ചെയ്ത് പ്രൈസ് എന്ത് ചെയ്യുന്നു സഡൻ ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ബോഡി ക്ലോസോടുകൂടി കിട്ടി. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് നമുക്കിവിടെ ലിക്വിഡിറ്റി അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് മൂവോട് കൂടിയിട്ട് ലാക്ക് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആണെങ്കിൽ പോഡിയും എന്താണ് ഇവിടെ നോക്കും നിങ്ങൾ സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ബോഡി ക്ലോസ് അല്ല വിക്കോട് കൂടിയാണ് ഇതിനെ ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ബോഡി ക്ലോസ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഡൊമിനൻസിയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. Candle close above or below the structure level shows the strong confirmation and real intent. ഓക്കെ, ആ ഒരു ഇൻറ്റൻറ്റ് വ്യക്തമാണ്. ബിക്കോസ് ഓഫ്
ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് സെല്ലേഴ്സിൻ്റെ ഡൊമിനൻസി വന്നു എന്നുള്ളത് വ്യക്തമാണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് വന്ന് താഴേക്ക് ആ മൂവ് വന്നിട്ടുണ്ട്. പക്ഷേ എന്താണ്, ദർ ഈസ് സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് വിക്കോട് കൂടിയാണ്, അതായത് വിക്ക് ബ്രേക്ക് ആണ് വന്നത്. ഓൺലി ദ വിക്ക് പ്രൈസസ് ദ ലെവൽസ്, നോ ബോഡി ക്ലോസ്, ക്യാൻ ബി എ ഫേക്ക് ഔട്ട് ഓർ ലിക്വിഡിറ്റി ഗ്രാബ്. ബോഡി ക്ലോസോട് കൂടി അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ എന്താണ്, ഇതൊരു ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ബിക്കോസ് ഓഫ് മുകളിൽ എങ്ങനെയാണോ വന്നിട്ടുള്ളത് അതുപോലെ താഴെയും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലിക്വിഡിറ്റി സ്വീപ്പിൽ പറഞ്ഞ പോലെ എന്താണ്, ലിക്വിഡിറ്റി സ്വീപ്പിൽ വിക്കോട് കൂടി സ്വീപ്പ് ചെയ്യാം, ബോഡിയോട് കൂടി സ്വീപ്പ് ചെയ്യാം. അതുപോലെ തന്നെയാണ് സ്ട്രക്ചർ ബ്രേക്കും ഷിഫ്റ്റും. ബോഡി ക്ലോസോട് കൂടിയും കിട്ടാം, വിക്കോട് കൂടിയും കിട്ടാം, രണ്ടും കൺസിഡർ ചെയ്യാം. പക്ഷേ ബെറ്റർ ഏതാണ്, ബോഡി ക്ലോസ് ആണ് ബെറ്റർ. ബിക്കോസ് ഓഫ് എന്താണ്, അവിടെ ഇൻറ്റൻറ്റ് വ്യക്തമാണ് ബോഡി ക്ലോസോട് കൂടി കിട്ടുകയാണെങ്കിൽ. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, സ്ട്രക്ചർ ഷിഫ്റ്റ് വരുന്നതും സ്ട്രക്ചർ ബ്രേക്ക് വരുന്നതും എങ്ങനെയാണ്, നമ്മളിവിടെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ ബ്ലോക്സ് കണ്ടിന്യൂഷനായിട്ടും റിവേഴ്സലായിട്ടും കിട്ടും. കണ്ടിന്യൂഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് റാലി ബേസ് റാലി ഫോമിലാണ്. അതുപോലെ ദർ ഈസ് എ ഡ്രോപ്പ് ബേസ് ഡ്രോപ്പ് രീതിയിലും കിട്ടാം. അതായത് നമുക്ക് ഒരു പ്രൈസിൻ്റെ മൂവ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഒരു ബുള്ളിഷ് തന്നെയാണ്. ആ ബുള്ളിഷിൽ തന്നെ പ്രൈസ് എന്ത് ചെയ്യുന്നു, ദർ ഈസ് സം സോർട്ട് ഓഫ് ലിക്വിഡിറ്റി അക്യുമുലേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അഗെയിൻ അക്യുമുലേഷൻ ലോ ടേക്ക് ഔട്ട് ചെയ്ത് മാനിപ്പുലേഷൻ ലെഗിന് ശേഷം പ്രൈസ് മുകളിലേക്ക് പോകുന്നു. ഇതാണ് ആക്ച്വലി എന്താണ് കണ്ടിന്യൂഷനിൽ കിട്ടുന്നത്. അതായത് ഒരു ബുള്ളിഷ് മൂവിൽ തന്നെ നമുക്ക് എന്താണ് ഒരു ബുള്ളിഷ് ഓബി കിട്ടുന്നു. ദാറ്റ് ഈസ് റാലി പിന്നെ ബേസ് ക്രിയേറ്റ് ചെയ്യുന്നു, അഗെയിൻ റാലി. അതുപോലെ ഡ്രോപ്പ് ബേസ് ഡ്രോപ്പ് നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രൈസ് താഴേക്ക് ഡ്രോപ്പ് ആവുന്നു, പ്രൈസ് ഇവിടെ അക്യുമുലേറ്റ് ചെയ്യുന്നു, അതിനുശേഷം അക്യുമുലേഷൻ ഫേസ് ടേക്ക് ഔട്ട് ചെയ്ത് പ്രൈസ് അഗെയിൻ ഓബി മിറ്റിഗേറ്റ് ചെയ്ത് പ്രൈസ് താഴേക്ക് പോകുന്നു. ദാറ്റ് മീൻസ് ഡ്രോപ്പ് ബേസ് ഡ്രോപ്പ്. ഈ കണ്ടിന്യൂഷനിൽ നമുക്ക് കിട്ടുന്നതാണ് സ്ട്രക്ചർ ബ്രേക്കുകൾ അല്ലേ. പ്രൈസിൻ്റെ മൂവ് നോക്കൂ നിങ്ങൾ, ഒരു ബുള്ളിഷ് മൂവ്, സ്ട്രക്ചർ ബ്രേക്ക്, സ്ട്രക്ചർ ബ്രേക്ക്, സ്ട്രക്ചർ ബ്രേക്ക്, സ്ട്രക്ചർ ബ്രേക്ക്. പ്രൈസ് താഴേക്കുള്ള ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ എങ്ങനെയാണ്, ബെയറിഷ് സ്ട്രക്ചർ ബ്രേക്ക്, താഴേക്ക് താഴേക്ക് താഴേക്ക്. അതുപോലെ ഇനി നമ്മൾ എന്താണ് റിവേഴ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ദർ ഈസ് ഇവിടെ എന്താണ് റാലി ബേസ് ഡ്രോപ്പ് RBD, അതായത് മുകളിലേക്ക് റാലി, അതിനുശേഷം ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിനുശേഷം പ്രൈസ് താഴേക്ക് ഡ്രോപ്പ്. ഓക്കെ, ആ ഡ്രോപ്പിൽ കിട്ടുന്നതാണ് സ്ട്രക്ചർ ഷിഫ്റ്റ്. ഓക്കെ, പ്രൈസ് മുകളിലേക്ക് പോകുന്നു, ഒരു അക്യുമുലേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, അക്യുമുലേഷൻ ഹൈ ടേക്ക് ഔട്ട് ചെയ്ത് പ്രൈസ് താഴേക്ക് മിറ്റിഗേറ്റ് ഓർഡർ ബ്ലോക്ക്, അതിനുശേഷം അഗെയിൻ താഴേക്ക്. ഓക്കെ, അതുപോലെ റിവേഴ്സിൽ എന്താണ്, ഇതെന്ന് പറയുന്നത് ഡ്രോപ്പ് ബേസ് റാലിയാണ്. അതായത് പ്രൈസ് താഴേക്ക് ഡ്രോപ്പ് ആവുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു, പ്രൈസ് ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യുന്നു, ബേസ് ലോ ടേക്ക് ഔട്ട് ചെയ്യുന്നു, അതിനുശേഷം ഡിസ്പ്ലേസ്മെൻറ്റ്, അതിനുശേഷം പ്രൈസ് താഴേക്ക്, അഗെയിൻ പ്രൈസ് മുകളിലേക്ക്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്, നമ്മൾ പറഞ്ഞു വരുന്നത് സിംപ്ലി എന്താണ്, നമ്മളുടെ മൂന്നാമത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് സ്ട്രക്ചർ ബ്രേക്ക് ഓർ സ്ട്രക്ചർ ഷിഫ്റ്റ് ആണ്. നമ്മുടെ ലിക്വിഡിറ്റി സ്വീപ്പ് ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലസ് FEGക്ക് ശേഷം നമുക്കൊരു സ്ട്രക്ചർ ബ്രേക്കോ സ്ട്രക്ചർ ഷിഫ്റ്റോ കിട്ടണം. സ്ട്രക്ചർ ബ്രേക്ക് എപ്പോഴും കിട്ടുന്നത് എവിടെയായിരിക്കും, ഒരു കണ്ടിന്യൂഷൻ OBയിലായിരിക്കും. സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുന്നത് എപ്പോഴും എന്തായിരിക്കും, ഒരു റിവേഴ്സൽ ടൈപ്പ് ഓഫ് OBയിലായിരിക്കും. ഈ സ്ട്രക്ചർ ബ്രേക്കും സ്ട്രക്ചർ ഷിഫ്റ്റും നമുക്കെന്താണ് ബോഡി ബ്രേക്കോട് കൂടിയും കിട്ടാം, വിക്ക് ബ്രേക്കോട് കൂടിയും കിട്ടാം. അതിൽ കൂടുതലായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ബോഡി ബ്രേക്കിലാവണം എന്നതാണ് കുറച്ചുകൂടി നമുക്ക് ആക്യുറസി എന്ന് പറയുന്നത്. അങ്ങനെ ലിക്വിഡിറ്റി സ്വീപ്പ്, ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലസ് FEG, അതുപോലെ സ്ട്രക്ചർ ബ്രേക്ക് ഓർ സ്ട്രക്ചർ ഷിഫ്റ്റിന് ശേഷം നമ്മുടെ ഫൈനൽ നാലാമത് വാലിഡ് ഓർഡർ ബ്ലോക്കിന് വേണ്ട നാലാമത്തെ എസെൻഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് ഇൻഡ്യൂസ്മെൻ്റ് അല്ലെങ്കിൽ IDX ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഏരിയ വെച്ച് നോക്കാം. ഓക്കെ, ഒരു ഇൻഡ്യൂസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ആദ്യം തന്നെ നമ്മൾ ഈ ഒരു പിക്ചേഴ്സ് നോക്കുന്നതിന് പകരം ഇതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. ഇൻഡ്യൂസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫേക്ക് മൂവ് ഡിസൈൻ ടു ട്രാപ്പ് റീറ്റെയിൽ ട്രേഡേഴ്സ് ബൈ ലോറിങ് ദം ഇൻ ടു ഏർലി എൻട്രീസ് ബിഫോർ ദ റിയൽ മൂവ്. അതായത് ഒരു റിയൽ മൂവ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആളുകളെ ഇൻഡ്യൂസ് ചെയ്യിക്കാനായിട്ട് ചെയ്യുന്ന ഒരു സ്മാർട്ട് മണി ട്രാപ്പിനെയാണ് നമ്മൾ ഇൻഡ്യൂസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഓഫ് ടേൺ ഹാപ്പൻസ് ബിഫോർ എ ലിക്വിഡിറ്റി സ്വീപ്പ് ആൻഡ് എ ട്രൂ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്. ഇത് ആക്ച്വലി സംഭവിക്കുന്നത് എപ്പോഴാണ്, ഒരു ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം ആ ഒരു സ്ട്രക്ചർ ബ്രേക്കിന് ശേഷമാണ് ആക്ച്വലി ഒരു ഇൻഡ്യൂസ്മെൻ്റ് അവിടെ ക്രിയേറ്റ് ആവുന്നത്. സ്മാർട്ട് മണി ക്രിയേറ്റ്സ് ഇൻഡ്യൂസ്മെൻറ്റ് ബൈ ബിൽഡിംഗ് മോർ ലിക്വിഡിറ്റി ദെൻ ടേക്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത് ഈ ഒരു പറഞ്ഞ നോട്ടിൻ്റെ ക്ലാരിഫിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സോൺ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു ഹയർ ടൈം ഫ്രെയിം POA ആയിരിക്കാം. ഓക്കെ, നമുക്കൊരു ഹയർ ടൈം ഫ്രെയിം POA ആയിരിക്കാം, വേണമെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്ക് അയക്കാം, ഫെയർ വാല്യൂ ഗ്യാപ്സ് അയക്കാം, വെനവർ എന്തും ആയിരിക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇൻറ്റൻറ്റ് ചെയ്യുന്നു ഈ ഒരു OBയിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു POIയിലേക്ക് പ്രൈസ് എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്നു,
നമ്മളെന്താണ് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ SL പ്ലേസ് ചെയ്യുന്നു. നമുക്ക് നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി ഏതാണ്, അതാണ് നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, മനസ്സിൽ ഉറപ്പിച്ച് വെച്ചു. ഓക്കെ, അതിനുശേഷം എന്താണ്, പ്രൈസ് മുകളിലേക്ക് വന്ന് 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 നമ്മളുടെ സോൺ എത്തുന്നതിന് മുന്നേ തന്നെ പ്രൈസ് മുകളിലേക്ക് ഒരു മൂവ് താഴേക്ക്. ഓക്കെ, അതായത് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ് നമ്മളുടെ ഈ ഹയർ ടൈം ഫ്രെയിം POIയിൽ എത്തിയിട്ടേ ഞാൻ എൻ്റെ ആക്ഷൻ എടുക്കൂ. പക്ഷേ ആ ഒരു POIയിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ പ്രൈസ് എന്ത് ചെയ്യുന്നു, അതിൻ്റെ തൊട്ട് മുന്നേ പ്രൈസ് എന്ത് ചെയ്യുന്നു, താഴേക്കൊരു മൂവ് അങ്ങ് കൊടുത്തു. അപ്പം എന്ത് ചെയ്യുന്നു, ഈ ഒരു മൂവ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് ആയിരിക്കും. ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് ആയിരിക്കും വിത്തൗട്ട് ലിക്വിഡിറ്റി സ്വീപ്പ്. ഞാൻ പറഞ്ഞു വിത്തൗട്ട് ലിക്വിഡിറ്റി സ്വീപ്പ് ദർ ഇസ് എ ഇൻഡ്യൂസ്മെൻ്റ് ആയിരിക്കും. ഓക്കെ, പ്രൈസ് താഴേക്ക് ഒരു മൂവ് വന്നു. ഓക്കെ, ഈ ഒരു മൂവിൽ ആക്ച്വലി റീറ്റെയിലേഴ്സ്, അതായത് നമ്മൾ മാനുവലി ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഇമോഷൻസ് ട്രിഗർ ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ബിക്കോസ് ഓഫ് ഞാൻ എത്ര നേരം കാത്തിരുന്നിട്ടാണ് ആ ഒരു റിട്രേസ്മെൻറ്റ് നടന്നത്, പക്ഷെ നമ്മളുടെ ഒരു OB മിറ്റിഗേറ്റ് ചെയ്യാതെ പ്രൈസ് താഴേക്ക് പോയി. ബിക്കോസ് ഓഫ് എന്താണ്, ഇനി ഞാൻ ഈ ഒരു ഓർഡർ ബ്ലോക്ക് വെയിറ്റ് ചെയ്തിരുന്നിട്ട് കാര്യമില്ല. ഈ ഒരു സ്ട്രോങ് മൂവിന് ശേഷം എന്ത് ചെയ്യും, ആളുകൾ ഈ ഒരു ഏരിയയിലൊക്കെ ആയിട്ട് എൻട്രീസ് എടുത്ത് തുടങ്ങും. ആക്ച്വലി ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ്, സ്മാർട്ട് മണീസ് അവർ ഫോക്കസ് ചെയ്യുന്നതും ഈ ഒരു സോൺ ആയിരിക്കാം. വെനവർ അവരുടെ ആ ഒരു സോണ് ക്രിയേറ്റ് ചെയ്ത് മാനിപ്പുലേഷനിൽ ക്രിയേറ്റ് ചെയ്ത ആ ഒരു മാനിപ്പുലേറ്റീവ് ലെഗിൽ നിന്ന് ആ ഒരു പെൻഡിങ് ഓർഡേഴ്സ് എടുക്കാനുള്ള, അതായത് നമ്മൾ AMDയിൽ പറഞ്ഞ പോലെ പ്രൈസ് മുകളിലേക്ക് വരുന്ന ആ സോണിനെ, അല്ലെങ്കിൽ ആ ഒരു സോണിനെ കുറച്ചുകൂടി ആക്യുറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സോണിൻ്റെ മുകളിൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ആക്ടിവിറ്റിയാണ് ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മൂവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളുകളുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് എവിടെ ഉണ്ടാവും, ഇതിന് മുകളിലുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താണ്, ആ ഒരു സോണ് കൂടി ടേക്ക് ഔട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആ ഓർഡേഴ്സ് കൂടി ചെയ്തിട്ടായിരിക്കും പ്രൈസിൻ്റെ ഒരു മൂവ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ നമ്മളത് നോക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ സെയിം എക്സാമ്പിളിൽ ഹൈസ് ഇവിടെ ഫോം ആയിട്ടുണ്ട്. പ്രൈസ് എന്ത് ചെയ്തു, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു, പ്ലസ് പ്രൈസ് താഴേക്കൊരു ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് FEGയോട് കൂടി കിട്ടി. ദർ ഈസ് എ ഒരു സ്ട്രക്ചർ ബ്രേക്ക്, സ്ട്രക്ചർ ഷിഫ്റ്റ് എന്തെങ്കിലും ഒന്ന് നമുക്ക് ബോഡി ക്ലോസോട് കൂടി കിട്ടി. അങ്ങനെ നമുക്ക് മനസ്സിലായി ദർ ഈസ് എ വാലിഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്കാണ് ഇത്. ഓക്കെ, വാലിഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇൻറ്റൻറ്റ് എന്ന് പറയുമ്പോൾ ഈ കിട്ടിയ ഓർഡർ ബ്ലോക്കിൽ നിന്ന് നമ്മളുടെ എൻട്രി, ഓർഡർ ബ്ലോക്കിൻ്റെ മുകളിലായിട്ട് നമ്മളുടെ സ്റ്റോപ്പ് ലോസ്, നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി ഏതാണോ അതായിരിക്കും നമ്മളുടെ ടാർഗറ്റ്. പക്ഷേ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിന് ശേഷം, ഈ ഒരു സ്ട്രക്ചർ ബ്രേക്കിന് ശേഷം പ്രൈസ് മുകളിലേക്ക് വന്നിട്ട് അഗെയിൻ പ്രൈസ് താഴേക്ക് ഒരു മൂവ് അങ്ങ് പോയി. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും, പ്രൈസ് ഇത് മിറ്റിഗേറ്റ് ചെയ്യുമോ, ചെയ്യില്ലേ? പ്രൈസിൻ്റെ ഈ ഒരു മൂവ് കണ്ടിട്ട് ഈ ഒരു FEG പ്രൈസ് ടേക്ക് ഔട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഈ FEG മിറ്റിഗേറ്റ് ചെയ്ത് പ്രൈസ് പോയതല്ലേ എന്നുള്ള പല രീതിയിലുള്ള ചിന്തകൾ, തോട്ടുകൾ നമ്മളുടെ മനസ്സിൽ വരും. ഈ തോട്ടുകൾ വരുമ്പോൾ എന്താവും, നമ്മളുടെ ഡിസിഷൻ മേക്കിങ്ങിനെ അത് സാരമായിട്ട് ബാധിക്കും. ഓക്കെ, നമ്മൾ ആദ്യം ഒരു ഡിസിഷനിൽ ഉറച്ചു നിന്നു, പെട്ടെന്ന് മാർക്കറ്റിൻ്റെ ഒരു മൂവിന് ശേഷം നമ്മൾ ചിലപ്പോൾ നമ്മളുടെ ആ ഡിസിഷൻസ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ആക്ച്വലി എന്താണ്, ഈ ഒരു OBയുടെ താഴെയായിട്ട് ദർ ഇസ് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്താണ്. ബിക്കോസ് ഓഫ് എന്താണ്, എൻജിനീയർ ലിക്വിഡിറ്റി, ഈ ഒരു OBയുടെ താഴെയായിട്ട് പ്രൈസ് ഒരു എൻജിനീയറിങ് ലിക്വിഡിറ്റി, അല്ലെങ്കിൽ മോർ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ദർ ഈസ് ഇവിടെ എന്ത് ചെയ്തു, ദർ ഈസ് ഒരു ട്രാപ്പ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്യും, പ്രൈസ് താഴേക്ക് പോയാലും പ്രൈസ് ഇൻഡ്യൂസ്മെൻറ്റോട് കൂടി OB മിറ്റിഗേറ്റ് ചെയ്തിട്ടായിരിക്കും താഴേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയ രീതിയിൽ നമ്മൾ വായിച്ച ഈ സെയിം നോട്ട് നമ്മളൊന്നുകൂടി വായിച്ച് നോക്കുകയാണ്. ഇൻഡ്യൂസ്മെൻറ്റ് എന്ന് പറയുന്നത് ദർ ഇസ് എ ഫേക്ക് മൂവ് ഡിസൈൻ ടു ട്രാപ്പ് റീറ്റെയിൽ ട്രേഡേഴ്സ് ബൈ ലോറിങ് ദം ടു ഏർലി എൻട്രീസ്. അതായത് ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രി എടുക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ നമ്മളുടെ ഇമോഷൻസിനെ ട്രിഗർ ചെയ്തുകൊണ്ട് നമ്മളെ ഏർലി എൻട്രി എടുപ്പിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇൻഡ്യൂസ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രാപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഓഫ്റ്റൺ ഹാപ്പൻസ് ബിഫോർ ലിക്വിഡിറ്റി സ്വീപ്പ് ആൻഡ് ട്രൂ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്. അതായത് ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റിന് ശേഷമാണ് നമുക്ക് ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു മേജർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ബ്രേക്കിന് ശേഷം വരുന്ന ആദ്യത്തെ പുൾ ബാക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ബ്രേക്കിന് ശേഷം വരുന്ന ആദ്യത്തെ ആ ഒരു പുൾ ബാക്ക്, ഹൈ ഓർ ലോ എന്ന് പറയുന്നത് ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള കാര്യം. സ്മാർട്ട് മണി ക്രിയേറ്റ്സ് ഇൻഡ്യൂസ്മെൻറ്റ് ടു ബിൽഡ് ലിക്വിഡിറ്റി ദെൻ ടേക്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ്, ഈ സ്മാർട്ട് മണീസിന് ലിക്വിഡിറ്റീസ് കുറച്ചുകൂടി, അല്ലെങ്കിൽ മോർ ലിക്വിഡിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവരുടെ ഒരു ടൂൾ മാത്രമാണ് ഇൻഡ്യൂസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളുടെ ഒരു ഓർഡർ ബ്ലോക്കിനോ നമ്മളുടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്സിനോ എന്തിൻ്റെയോ താഴെ നമുക്കിതുപോലൊരു ഹൈസ് ആൻഡ് ലോസ് കാണുകയാണെങ്കിൽ അത്
മിറ്റിഗേറ്റ് ചെയ്ത് റിവേഴ്സലിനുള്ള ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും. അപ്പം നമുക്ക് കിട്ടുന്ന ആ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ താഴെയോ മുകളിലോ, അതായത് ഇപ്പം നമ്മളിപ്പോൾ കിട്ടിയത് നമുക്കൊരു ബെയറിഷ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ആണെങ്കിൽ ആ ഓർഡർ ബ്ലോക്കിൻ്റെ താഴെ നമുക്ക് ഇതുപോലൊരു ഹൈസ് കിട്ടുകയാണെങ്കിൽ എന്താണ്, ഈ ഹൈസ് കൂടി ടേക്ക് ഔട്ട് ചെയ്ത് നമ്മളുടെ OB മിറ്റിഗേറ്റ് ചെയ്ത് താഴേക്ക് വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പം നമ്മളുടെ ഓർഡർ ബ്ലോക്കിൻ്റെ താഴെയോ മുകളിലായിട്ട് ഒരു ഇൻഡ്യൂസിമെൻറ്റ് കൂടി നമുക്ക് കാണുകയാണെങ്കിൽ നമ്മളുടെ POI അല്ലെങ്കിൽ നമ്മളുടെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് കുറച്ചുകൂടി വാലിഡ് ആയിരിക്കും എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ മേൽപ്പറഞ്ഞ എല്ലാ, അതായത് 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് എല്ലാം കൂടി കൂട്ടി വായിച്ചുകൊണ്ട് ഒരു ഹയർ പ്രോബബിലിറ്റി ഓർഡർ ബ്ലോക്ക് മോഡൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ബെയറിഷ് സെനാരിയോ ആയിട്ടും ബുള്ളിഷ് സെനാരിയോ ആയിട്ടും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ്? ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് സംഭവിച്ചിരിക്കണം ആദ്യം, അതിനുശേഷം എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടിയിരിക്കണം. അതായത് ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് വേണം. ഡിസ്പ്ലേസ്മെൻറ്റ് മൂവിൽ ദർ ഇസ് എ FEG വേണം. അതുപോലെ ഒരു സ്ട്രക്ചർ ബ്രേക്കോ സ്ട്രക്ചർ ഷിഫ്റ്റോ നമുക്ക് ബോഡി ക്ലോസോടുകൂടി കിട്ടണം. സ്ട്രക്ചർ ബ്രേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടിന്യൂഷൻ OBയിലായിരിക്കും കിട്ടുന്നത്. സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് റിവേഴ്സൽ OBന്നായിരിക്കും കിട്ടുന്നത് കൂടി മനസ്സിലാക്കുക. ഓക്കെ, അതിനുശേഷം എന്താണ്, സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയിട്ട് ആദ്യം ഒരു പുൾ ബാക്ക് കൂടി നമുക്ക് കിട്ടുകയാണെങ്കിൽ ദർ ഇസ് എ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ദർ ഇസ് എ ഹൈ പ്രോബബിലിറ്റി ഓർഡർ ബ്ലോക്ക്, ദർ ഇസ് എ ഹൈ പ്രോബബിലിറ്റി ബെയറിഷ് ഓർഡർ ബ്ലോക്ക്. ഇനി നമുക്ക് ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് വരികയാണെങ്കിൽ ദർ ഇസ് എ ലിക്വിഡിറ്റി സ്വീപ്പ്. ഇവിടെ ടേക്ക് ഔട്ട് ചെയ്യുന്ന ലിക്വിഡിറ്റി എന്ന് പറയുന്നത് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആണ്. അതുപോലെ ഇവിടെ എന്താണ്, ഇവിടെ ടേക്ക് ഔട്ട് ചെയ്യുന്ന ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ദർ ഈസ് എ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കും. ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തതിനു ശേഷം മുകളിലേക്ക് ഡിസ്പ്ലേസ്മെൻറ്റ്, ഓക്കെ, സ്ട്രോങ് മൂവ്, ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലസ് നമുക്ക് എന്താണ്, ദർ ഈസ് എ FEG. ഓക്കെ, അതുപോലെ ദർ ഈസ് എ സ്ട്രക്ചർ ഷിഫ്റ്റ് ഓർ സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ബോഡി ക്ലോസീസ് കുറച്ചുകൂടി ബെറ്റർ, ബോഡി ക്ലോസോട് കൂടി. അതിനുശേഷം ആ സ്ട്രക്ചർ ബ്രേക്കിന് ശേഷം കിട്ടുന്ന ഒരു പുൾ ബാക്ക് എന്ന് പറയുന്നത് ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് കൂടി കണക്കാക്കുക. ഓക്കെ, അപ്പോൾ ഇത് എന്ന് പറയുന്നതാണ് ഒരു ഹയർ ടൈം ഫ്രെയിം, ഒരു ഹൈ പ്രോബബിലിറ്റി ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് എ ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, എല്ലാം സൂട്ടബിൾ ആയിട്ടുള്ള എ ഓർഡർ ബ്ലോക്ക്. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്കൊരു A+ ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഒരു എ ഓർഡർ ബ്ലോക്ക് ഒരു A+ ഓർഡർ ബ്ലോക്ക് ആവുന്നത് എപ്പോഴാണ്? ഓക്കെ, ഒരു എ ഓർഡർ ബ്ലോക്ക് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ലിക്വിഡിറ്റി സ്വീപ്പ്, ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലസ് FEG, സ്ട്രക്ചർ ബ്രേക്ക്, ഇൻഡ്യൂസ്മെൻറ്റ്. അതുപോലെ തന്നെ ലിക്വിഡിറ്റി സ്വീപ്പ്, സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ഡിസ്പ്ലേസ്മെൻറ്റ്, FEG, ഒരു ഇൻഡ്യൂസ്മെൻറ്റോട് കൂട്ടിയിട്ട് നമുക്കൊരു ഓർഡർ ബുക്ക് ഇവിടെയും കിട്ടി, ഓർഡർ ബ്ലോക്ക് ഇവിടെയും കിട്ടി. ഇതെന്താണ്? ഇതോ എ ഓർഡർ ബ്ലോക്കാണ്. ഒരു എ ഓർഡർ ബ്ലോക്ക് ഒരു A+ ഓർഡർ ബ്ലോക്ക് ആവുന്നത് എപ്പോഴാണ്? ഇപ്പം നിങ്ങൾ ഇവിടെ നോക്കിക്കോ, നമുക്ക് ബെയറിഷ് ആയിട്ടുള്ള ഒരു വാലിഡ് ഓർഡർ ബ്ലോക്ക് കിട്ടി. പക്ഷേ എന്താണ്, ഒരു ഹയർ ടൈം ഫ്രെയിം POI കൂടി മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ ഇത് എ ഓർഡർ ബ്ലോക്ക് അല്ല, ഇതൊരു A+ ഓർഡർ ബ്ലോക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു A+ സെറ്റപ്പ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ഇവിടെ ഒരു A സെറ്റപ്പ് ബുള്ളിഷ് ഓർഡർ ബ്ലോക്കാണ് കിട്ടിയത്. ഈ A സെറ്റപ്പ് നമുക്ക് A+ സെറ്റപ്പ് ആവുന്നതെങ്കിൽ എങ്ങനെയാണ്, നമുക്കിവിടെ ഒരു ഹയർ ടൈം ഫ്രെയിം ഒരു POI, അത് ചിലപ്പോൾ എന്തായിരിക്കും, ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു 5 മിനിറ്റ് OB ആണെങ്കിൽ, ഓക്കെ, ഇതൊരു 5 മിനിറ്റ് OB ആണെങ്കിൽ നമുക്കൊരു 1 അവർ അല്ലെങ്കിൽ 4 അവറിലൊരു സോൺ എന്താവാം, ഒരു POI. ഇതെന്താവാം, ഒരു OB ആവാം, ഒരു FEG ആവാം, വെനെവർ എന്തും ആവാം. ചിലപ്പോൾ എന്തായിരിക്കാം, ഒരു ഹയർ ടൈം ഫ്രെയിം സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആവാം, അല്ലെങ്കിൽ ഒരു ഹയർ ടൈം ഫ്രെയിം ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആവാം, അല്ലെങ്കിൽ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, വെനെവർ എന്തും. ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി പൂൾ ടേക്ക് ഔട്ട് ചെയ്തും കൊണ്ടുവരുന്ന A സെറ്റപ്പ് ഓർഡർ ബ്ലോക്കിനെ നമ്മൾ A+ സെറ്റപ്പ് എന്ന് പറയും. അപ്പം നമുക്കൊരു ഹയർ ടൈം ഫ്രെയിം POI കൂടി മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് ഓർഡർ ബ്ലോക്ക് കിട്ടുന്നതെങ്കിൽ അത് ഫാർ ബെറ്റർ ആയിരിക്കും, ഹയർ പ്രോബബിലിറ്റി ഉള്ളത് കൂടിയായിരിക്കും എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഇനി നമ്മളുടെ ഈ ഒരു ഡീറ്റെയിൽഡ് ഓർഡർ ബ്ലോക്ക് സെഷനിൽ നമുക്ക് പറയാനുള്ള 2 ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് ടൈം ഫ്രെയിംസ് അലൈൻമെൻറ്റ് ഇൻ OB, അതുപോലെ തന്നെ എന്താണ്, രണ്ടാമത്തത് ട്രേഡ് മാനേജ്മെൻറ്റ് ഇൻ OB. ഓക്കെ, ടൈം ഫ്രെയിം അലൈൻമെൻറ്റ് ഇൻ OB എന്ന് പറയുന്നത് നമ്മൾ ഏതൊക്കെ ടൈം ഫ്രെയിംസിൽ കണ്ടെത്തണം, എങ്ങനെ ഹയർ ടൈം ഫ്രെയിം POIs നമുക്ക് ഏത് ടൈം ഫ്രെയിമിൽ കാണാം എന്നതെല്ലാം നമുക്ക് എന്താണ് ഈ ടൈം ഫ്രെയിം അലൈൻമെൻറ്റിലും. അതുപോലെ ട്രേഡ് മാനേജ്മെൻറ്റ് OB എന്ന് പറയുന്നത് നമ്മളുടെ OBയുടെ എൻട്രി എവിടെയായിരിക്കണം, സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കണം, ടാർഗറ്റ് എവിടെയായിരിക്കണം, ഇതെല്ലാം നമുക്ക് എന്താണ് ട്രേഡ് മാനേജ്മെൻറ്റ് ഓർഡർ ബ്ലോക്കിലും നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഈ 2 സെഷനും നമ്മൾ റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിൾസ് ത്രൂ ആണ് നമ്മളിനി ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മളെന്താണ് ഇനി സ്ലൈഡ്സും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, നമുക്ക് എന്താ ഡയറക്റ്റ്ലി ചാർട്ടിൽ പോയിട്ട് കാര്യങ്ങൾ കൂടുതലായിട്ട് തന്നെ മനസ്സിലാക്കാം.
അങ്ങനെ നമ്മൾ ഈ ഒരു റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് 5 മിനിറ്റ് ക്ലാസ് ഇൻ്റർവെല്ലിൽ നമുക്ക് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ എലമെൻറ്റ്സ് നമുക്കൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി സ്വീപ്പാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ദർ ഈസ് എ ലിക്വിഡിറ്റി സ്വീപ്പ് റൈറ്റ് ഹിയർ. അതായത് നമ്മളുടെ ആ ഒരു അക്യുമുലേഷൻ ലോ ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞ അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷനിൽ ആദ്യത്തെ ഫേസ് ആയിട്ടുള്ള അക്യുമുലേഷൻ ലോ പ്രൈസ് എന്ത് ചെയ്തു, ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് നോക്ക് നിങ്ങൾ, ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് ആ ഒരു എനർജറ്റിക് മൂവ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലിക്വിഡിറ്റി സ്വീപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താണ് ദർ ഈസ് എ സ്ട്രക്ചർ ബ്രേക്ക് റൈറ്റ് ഹിയർ. ഓക്കെ, ദർ ഈസ് എ സ്ട്രക്ചർ ബ്രേക്ക് റൈറ്റ് ഹിയർ. ഓക്കെ, നമുക്ക് എന്താണ് ദർ ഈസ് ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെ സ്ട്രക്ചർ ബ്രേക്ക് എന്ന് വിളിക്കാൻ കാരണം ഈ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ദർ ഈസ് എ കണ്ടിന്യൂഷൻ ഓർഡർ ബ്ലോക്കാണ്. അതായത് ബിക്കോസ് ഓഫ് പ്രിവെയിലിംഗ് ട്രെൻഡ് എന്ന് പറയുന്നത് ബുള്ളിഷാണ്. ഓക്കെ, റാലി ബേസ് റാലിയാണ്. നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, റാലി ബേസ് റാലിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ദർ ഈസ് എ സ്ട്രക്ചർ ബ്രേക്ക് റൈറ്റ് ഹിയർ. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്, സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഏതാണ് റൈറ്റ് ഹിയർ. ഓക്കെ, ഇതായിട്ട് നമുക്ക് വെക്കാൻ വേണ്ടി പറ്റുമോ, ബിക്കോസ് ഓഫ് നമ്മൾ ലിക്വിഡിറ്റി സ്വീപ്ഡ് ക്യാൻഡിൽ കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താണ് റൈറ്റ് ഹിയർ ഇതിങ്ങനെയായിരിക്കണം നമ്മൾ ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഓർഡർ ബ്ലോക്ക് നമ്മൾ എന്താണ് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടത് എന്താണ് 5 മിനിറ്റ്സിലാണ്. ഓക്കെ, 5 മിനിറ്റ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് 15 മിനിറ്റിലേക്ക് മാർക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ അലൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ദർ ഈസ് എ റാലി, അതിനുശേഷം ദർ ഈസ് എ അക്യുമുലേഷൻ, അതിനുശേഷം ദർ ഈസ് എ മാനിപ്പുലേഷൻ. 15 മിനിറ്റിലേക്ക് മാറ്റിയ സമയത്ത് എന്താണ് ദർ ഈസ് എ റിജക്ഷൻ ബ്ലോക്ക്. ഓക്കെ, ദർ ഈസ് നമ്മൾ ഇതിൻ്റെ ഒരു വീക്കായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, 5 മിനിറ്റിൽ നമ്മൾ ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്താൽ അത് 15 മിനിറ്റിലേക്ക് ദർ ഈസ് എ റിജക്ഷൻ ബ്ലോക്ക്. ഓക്കെ, നമ്മൾ അഗെയിൻ എന്ത് ചെയ്യുന്നു 1 അവറിലേക്ക് നമ്മൾ മാറ്റി നോക്കിയാൽ എന്താണ് 1 അവറിലേക്ക് നമ്മൾ മാറ്റി നോക്കുകയാണെങ്കിൽ നോക്ക് നിങ്ങൾ, ദർ ഈസ് നമുക്ക് എന്താണ് ദർ ഈസ് ആ ഒരു അപ്പ് മൂവ്, അതിനുശേഷം ദർ ഈസ് എ കൺസോൾട്ടേഷൻ, ആ കൺസോൾട്ടേഷൻ ലോ ടേക്ക് ഔട്ട് ചെയ്ത് എഗെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, നമുക്ക് എഗെയിൻ ഇവിടെ എന്താണ് ദർ ഈസ് എ ഒരു FEG വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് പ്രൈസ് കുറച്ചുകൂടി അഗ്രസീവാണ്. ഓക്കെ, അപ്പോൾ എഗെയിൻ നമ്മൾ 5 മിനിറ്റ്സിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ എലമെൻറ്റ്സിൽ ഇൻഡ്യൂസ്മെൻറ്റ് ഒഴിച്ച് ബാക്കി എല്ലാം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻഡ്യൂസ്മെൻറ്റ് കൂടി കിട്ടുകയാണെങ്കിൽ, ഓക്കെ, ഇൻഡ്യൂസ്മെൻറ്റ് എന്ന് പറയുന്നത് ഓപ്ഷണൽ ആണെന്ന് ഞാൻ സ്ലൈഡിൽ പറയാൻ മറന്നു, പക്ഷേ ഇൻഡ്യൂസ്മെൻറ്റ് ഉള്ളത് കുറച്ചുകൂടി ആക്യുറേറ്റ് ആണെന്ന് കൂടി മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് പ്രൈസ് അഗെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് വെക്കുന്നു, അതിനുശേഷം എന്ത് ചെയ്തു പ്രൈസ് അഗെയിൻ ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു. നോക്കൂ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് ശേഷം ആദ്യം ക്രിയേറ്റ് ചെയ്യുന്ന ലോ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആയിരിക്കും. ഓക്കെ, പ്രൈസ് എന്ത് ചെയ്യുന്നു ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ എൻട്രി, ഓക്കെ, നമ്മളുടെ ട്രേഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, നമ്മളുടെ ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് എന്ത് ചെയ്യുന്നു ആ ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം പ്രൈസ് എന്ത് ചെയ്താൽ ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് വന്നു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ആ ഒരു റീട്രേസ്മെൻറ്റ് മൂവാണ്. ഇവിടേക്കായിരിക്കും റീട്രേസ്മെൻറ്റ് മൂവ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ OB ഏതാണോ, ഇതാണ് നമ്മളുടെ OB. അതുകൊണ്ട് ആ OBയിലേക്കുള്ള റീട്രേസ്മെൻറ്റിലായിരിക്കണം നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രൈസ് താഴേക്ക് വരുമ്പോൾ, ഓക്കെ, ഇവിടെ നോക്ക് നിങ്ങൾ, പ്രൈസിൽ ഇൻഡ്യൂസ്മെൻറ്റ് അഗെയിൻ മുകളിൽ അഗെയിൻ പ്രൈസ് ഇൻഡ്യൂസ് ചെയ്തും കൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ, പ്രൈസ് മുകളിലേക്ക് ഇൻഡ്യൂസ് ചെയ്തും കൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് എത്തുന്ന സമയത്തായിരിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് റീട്രേസ്മെൻറ്റ് തുടങ്ങുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് എവിടെയായിരിക്കണം, ഓർഡർ ബ്ലോക്കിൽ നിന്നായിരിക്കണം. ആക്ച്വലി നമ്മളുടെ എൻട്രി ഓർഡർ ബ്ലോക്കിൻ്റെ താഴെയായിട്ട് നമ്മളുടെ സ്റ്റോപ്പ് ലോസ്, നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, റീസെൻ്റ് ആയിട്ടുള്ള എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിരിക്കണം നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിരിക്കണം നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അതായത് ലിക്വിഡിറ്റി തന്നെ എന്താണ്, നമ്മൾ ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദർ ഈസ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, ദർ ഈസ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ മാർക്ക് ചെയ്തത് ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഓക്കെ, പ്രൈസ് എന്താണ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ട് അഗെയിൻ പ്രൈസ് എവിടേക്കായിരിക്കും പോവുക, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഓക്കെ, അപ്പോൾ നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് എപ്പോഴും എവിടെയായിരിക്കണം, നമ്മളുടെ ഓർഡർ ബ്ലോക്കിലായിരിക്കണം. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എവിടെയായിരിക്കണം, നമ്മളുടെ ഓർഡർ ബ്ലോക്കിന് താഴെയായിരിക്കണം നമ്മളുടെ സ്റ്റോപ്പ് ലോസ്. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി ഏതാണോ, ഇവിടെ നമ്മളുടെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയാണ് നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നെക്സ്റ്റ് എന്താണ്, നമ്മളൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്കിന് ശേഷം നമ്മളൊരു ബെയറിഷ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്കാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ എലമെൻറ്റ്സ് നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ എന്താണ് ദർ ഈസ് എ
ലിക്വിഡിറ്റി സ്വീപ്പ് റൈറ്റ് ഹിയർ. ഓക്കെ, ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നമ്മൾ ചെയ്തു. അതിനുശേഷം നോക്കൂ നിങ്ങൾ, ആ ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് ടു ഡൗൺ സൈഡ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് ടു ഡൗൺ സൈഡ്. അതുപോലെ തന്നെ എന്താണ്, ദർ ഈസ് എ സ്ട്രക്ചർ ഷിഫ്റ്റ് റൈറ്റ് ഹിയർ. ഓക്കെ, എന്തുകൊണ്ടാണ് ഇത് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറയുന്നത്? ദർ ഈസ് ഒരു റിവേഴ്സലാണ്. ബിക്കോസ് ഓഫ് എന്താണ്, ഇവിടെ പ്രൈസ് എന്താണ്, മുകളിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്നാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടറോട് കൂടിയിട്ട് പ്രൈസ് താഴേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് അപ്പോൾ തന്നെ ലിക്വിഡിറ്റി സ്വീപ്പ് റൈറ്റ് ഹിയർ, ഡിസ്പ്ലേസ്മെൻറ്റ് ടു FEG, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ടു FEG റൈറ്റ് ഹിയർ. അതുപോലെ ദർ ഈസ് എ സ്ട്രക്ചർ ബ്രേക്ക് റൈറ്റ് ഹിയർ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഏതായിരിക്കും? നമ്മളുടെ ഓർഡർ ബ്ലോക്ക് ഈസ് റൈറ്റ് ഹിയർ. ഓക്കെ, നമ്മളുടെ ഓർഡർ ബ്ലോക്ക് ആയിട്ട് റൈറ്റ് ഹിയർ ഇതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ ഇനി നമുക്ക് വേണ്ട എന്താ, ഇൻഡ്യൂസ്മെൻ്റ് ആണ്. ഇൻഡ്യൂസ്മെൻ്റ് എന്താണ്, നമ്മുടെ റീട്രേസ്മെൻറ്റ് സ്റ്റേജിലാണ് കിട്ടുന്നത്. ഓക്കെ, ഇപ്പം നമ്മളെന്താണ് 5 മിനിറ്റ് ഇൻ്റർവെല്ലിലാണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് 15 മിനിറ്റിലേക്ക്, ഓക്കെ സോറി 1 അവറിലേക്കായിട്ട് നമ്മൾ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ 5 മിനിറ്റിലാണ് നമ്മളുടെ നമ്മളുടെ 5 മിനിറ്റിലാണ് നമ്മളുടെ ആ ഒരു OB നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ഹയോ ടൈം ഫ്രെയിം ഏതായിരിക്കണം, 1 അവർ ആയിരിക്കണം. ഓക്കെ, ഇവിടെ നിങ്ങൾ 1 അവറിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ 1 അവറിൽ ദർ ഈസ് ഒരു ഇംബാലൻസ് പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ദർ ഈസ് ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ ടേക്ക് ഔട്ട് ചെയ്ത ആ ഒരു വിക്കിൻ്റെ അറൗണ്ട് 50%ലാണ് പ്രൈസ് ഇവിടെ നിൽക്കുന്നത്. അതായത് നമ്മൾ 15 മിനിറ്റിലേക്ക് ഒന്ന് മാറ്റിയാൽ, ഓക്കെ 15 മിനിറ്റിൽ മാറ്റിയാൽ നോക്കൂ, 1 അവർ OBയിലേക്ക് പ്രൈസ് ടേക്ക് ഔട്ട് ചെയ്ത്, ആ ടേക്ക് ഔട്ട് ചെയ്ത് ദർ ഈസ് എ സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ലിക്വിഡിറ്റി സ്വീപ്പോട് കിട്ടിയിട്ടുള്ള ആ ഒരു സോണിൻ്റെ ഉള്ളിലാണ് ആക്ച്വലി പ്രൈസ് ഉള്ളത്. ബിക്കോസ് ഓഫ് നോക്ക് നിങ്ങൾ, ദർ ഈസ് എ സ്ട്രക്ചർ ബ്രേക്ക്, അതായത് 15 മിനിറ്റിൽ ദർ ഈസ് എ സ്ട്രക്ചർ ബ്രേക്ക് റൈറ്റ് ഹിയർ, ദർ ഈസ് എ ലിക്വിഡിറ്റി സ്വീപ്പ് റൈറ്റ് ഹിയർ, ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് FEG. ആ ഒരു സെല്ലിംഗ് മൊമെൻറ്റം വന്നിട്ടുള്ള ആ ഒരു ഏരിയയിലാണ് ആക്ച്വലി എന്തുള്ളത്, നമ്മളുടെ പ്രൈസ് ഉള്ളത്. റൈറ്റ്, 15 മിനിറ്റ് POIയുടെ ഉള്ളിലായിട്ടാണ് ആക്ച്വലി എന്ത്, നമ്മൾ 5 മിനിറ്റിലെ നമ്മളുടെ ആ ഒരു ഏരിയ ഉള്ളത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇതാണ് ടൈം ഫ്രെയിം അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. നമ്മളുടെ ടൈം ഫ്രെയിം ഏതാണോ അതിൻ്റെ തൊട്ട് മുകളിലേക്കുള്ള മീഡിയം ടൈം ഫ്രെയിംസും ഹയോ ടൈം ഫ്രെയിംസിലും കോൺഫ്ലുവൻസ് ഉണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് എവിടെയായിരിക്കണം, നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ OB എന്നായിരിക്കണം. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എപ്പോഴും OBയുടെ മുകളിൽ. ഓക്കെ, ആ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത ക്യാൻഡലിൻ്റെ മുകളിലായിരിക്കണം നമ്മളുടെ SL എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രിവെയിലിംഗ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി എവിടെയാണോ വിസിബിൾ ആയിട്ട് കാണുന്നത് അതായിരിക്കണം നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ എന്താണ്, റീട്രേസ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, പ്രൈസ് എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് പ്രൈസ് പോകുന്നു. പ്രൈസ് എന്ത് ചെയ്യുന്നു, ആദ്യം ദർ ഈസ് എ ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റഡ് റൈറ്റ് ഹിയർ. ഓക്കെ, പ്രൈസ് എന്ത് ചെയ്തു, ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്താണ്, ദർ ഈസ് അഗെയിൻ ഇതെന്താണ്, നമുക്കൊരു സ്ട്രക്ചർ ബ്രേക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ദാറ്റ് മീൻസ് ഒരു ലിക്വിഡിറ്റി സ്വീപ്പാണ് വിത്തൗട്ട് ബോഡി ക്ലോസ്. ഓക്കെ, അതിനുശേഷം എന്താണ്, അഗെയിൻ പ്രൈസ് താഴേക്ക്. ഓക്കെ, ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ നോക്കൂ, അഗെയിൻ പ്രൈസ് എന്ത് ചെയ്തു, നമ്മളുടെ ഈ ഒരു ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തു. ഓക്കെ, ലിക്വിഡിറ്റി ഇവിടെ ടേക്ക് ഔട്ട് ചെയ്തു. പക്ഷെ എന്താണ്, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ച നമ്മളുടെ OBയിൽ മിറ്റിഗേഷൻ സംഭവിച്ചിട്ടില്ല. ബിക്കോസ് ഓഫ് എന്താണ്, എഗെയിൻ നമുക്ക് എന്താണ്, ദർ ഈസ് എ ഇൻഡ്യൂസ്മെൻറ്റ് റൈറ്റ് ഹിയർ. നമ്മൾ എഗെയിൻ പ്രൈസിൽ എന്താണ്, ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഓർഡർ ബ്ലോക്കിൻ്റെ താഴെയായിട്ട് ഇൻഡ്യൂസ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ OB വാലിഡ് ആവാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണെന്ന് വേണം മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ, ടാർഗറ്റ് എന്ന് പറയുന്നത് എവിടെയായിരിക്കണം, നെക്സ്റ്റ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി റൈറ്റ് ഹിയർ, ഇവിടെ ആയിരിക്കണം നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് ദർ ഈസ് എ ലിക്വിഡിറ്റി സ്വീപ്പ് റൈറ്റ് ഹിയർ, ദർ ഈസ് എ സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലസ് FEG. അതിനുശേഷം നമുക്ക് എന്താണ്, ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തു. പ്രൈസ് താഴേക്ക് എന്ത് ചെയ്യുന്നു, ദർ ഈസ് എ ലിക്വിഡിറ്റി ക്രിയേഷൻ. പ്രൈസ് അഗെയിൻ പ്രൈസ് മുകളിൽ വന്ന് നമ്മളുടെ ഈ ഒരു OBയുടെ താഴെ നിന്ന് അഗെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് വന്നു. ഓക്കെ, ഇനി നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഫസ്റ്റ് ഡിസിഷൻ എവിടെ നിന്നായിരുന്നോ അവിടെ നിന്ന് തന്നെ ആയിരിക്കും നമ്മളുടെ ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മളുടെ OB എന്നായിരിക്കും, OB മിറ്റിഗേറ്റ് ചെയ്യുമ്പോഴായിരിക്കണം നമ്മളുടെ എൻട്രി. അതിനുശേഷം നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി ഏതാണോ അതായിരിക്കണം നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ എഗെയിൻ നമ്മളൊരു റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിൾ കൂടി നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്കിവിടെ ഒരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു OB ക്രിയേഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ദർ ഈസ് എ ലിക്വിഡിറ്റി സ്വീപ്സ് നമുക്ക് മാർക്ക് ചെയ്യാം. ദർ ഈസ് എ ലിക്വിഡിറ്റി സ്വീപ്പ് റൈറ്റ് ഹിയർ. ഓക്കെ, നമുക്ക് ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടി. ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയ സമയത്ത് തന്നെ നമുക്ക് എന്താണ്, ദർ ഈസ് എ
ദർ ഈസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് ടു അപ്സൈഡ് ഡിസ്പ്ലേസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ ദർ ഈസ് എ സ്ട്രക്ചർ ബ്രേക്ക്. ഓക്കെ, ഞാനിതിനെന്താണ് സ്ട്രക്ചർ ബ്രേക്ക് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ബിക്കോസ് ഓഫ് എന്താണ് പ്രിവെയിലിംഗ് ട്രെൻഡ് എന്ന് പറയുന്നത് എന്താണ് ബുള്ളിഷ് തന്നെയാണ്. ഓക്കെ, അതിനുശേഷം എന്താണ് നമുക്ക് ഒ ബി ആയിട്ട് കൺസിഡർ ചെയ്യാം റൈറ്റ് ഹിയർ. ഓക്കെ, നമ്മളുടെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത ഈ ഒരു ഏരിയ ആയിട്ട് നമുക്ക് എന്താണ് ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ടൈം ഫ്രെയിം കോൺഫ്ലുവൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളുള്ളത് 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ഹയർ ടൈം ഫ്രെയിം 1 അവർ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ ഇവിടെ നിങ്ങൾ നോക്കും, നിങ്ങൾ 1 അവർ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഒ ബി ക്രിയേറ്റ് ആയിട്ടുള്ളത് എവിടെയാണ്? ഇവിടെ ഒരു ഒ ബി ക്രിയേറ്റ് ആയിട്ടുള്ളത് നമ്മളുടെ ഒരു 1 അവർ ആയിട്ടുള്ള ഒരു എഫ് ഇ ജി കണ്ടല്ലോ, 1 അവർ എഫ് ഇ ജി മിറ്റിഗേറ്റ് ചെയ്ത് റിജക്റ്റ് ചെയ്താണ് ആക്ച്വലി നമുക്ക് 5 മിനിറ്റ് ഒ ബി കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നമ്മൾ 1 അവറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1 അവറിലൊരു എഫ് ഇ ജി കിട്ടിയിട്ടുണ്ട്, 1 അവർ എഫ് ഇ ജി. ആ 1 അവർ എഫ് ഇ ജിയിലേക്ക് മിറ്റിഗേറ്റ് ചെയ്ത് അത് റീബാലൻസ് ചെയ്ത് പ്രൈസ് മുകളിലേക്ക് പോകുന്നതായിട്ടാണ് നമുക്ക് 5 മിനിറ്റിലായിട്ട് കിട്ടുന്നത് റൈറ്റ് ഹിയർ. ഓക്കെ, അപ്പം നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് എവിടെയായിരിക്കണം? നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ ഒ ബിയിലായിരിക്കണം. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് അതിൻ്റെ താഴെയായിരിക്കണം. ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താണ്? റീസെൻറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ. നമ്മളുടെ റീസെൻ്റ് ആയിട്ട് നമ്മൾ കാണുന്ന ഡ്രോ ഓൺ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് മുകളിലായിരിക്കണം. ഓക്കെ, അപ്പോൾ ലിക്വിഡിറ്റി സ്വീപ്പ് ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലസ് എഫ് ഇ ജി സ്ട്രക്ചർ ബ്രേക്ക് ഓർ സ്ട്രക്ചർ ഷിഫ്റ്റ് വിത്ത് ക്യാൻഡിൽ ക്ലോസോടുകൂടി കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മളുടെ നാലാമത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് ഇൻഡ്യൂസ്മെൻ്റ് ആണ്. നമുക്ക് ഇവിടെ ഇൻഡ്യൂസ്മെൻ്റ് ഉണ്ടോ നോക്കാം. ഓക്കെ, പ്രൈസ് എന്ത് ചെയ്യുന്നു? ഒരു ഇൻഡ്യൂസ്മെൻറ്റ് പ്രൈസ് ക്രിയേറ്റ് ചെയ്യുന്നു റൈറ്റ് ഹിയർ. അതായത് സ്ട്രക്ചർ ബ്രേക്കിന് ശേഷം പ്രൈസ് വെക്കുന്ന ആദ്യത്തെ ആ ഒരു പുൾ ബാക്ക് ലോനെ നമ്മൾ എന്താണ് ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇൻഡ്യൂസ്മെൻ്റ് ആയി കഴിഞ്ഞാൽ മനസ്സിലാക്കുക നമ്മളുടെ ഓർഡർ ബ്ലോക്ക് വാലിഡ് ആവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ബിക്കോസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻജിനീയറിംഗ് മോർ ലിക്വിഡിറ്റി റൈറ്റ് ഹിയർ. ഓക്കെ, അപ്പോൾ നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് എവിടെയായിരിക്കണം? നമ്മളുടെ ഒ ബി എന്നായിരിക്കണം നമ്മളുടെ എൻട്രി. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നിയർ ദ ലോ. അതുപോലെ ടാർഗറ്റ് എന്ന് പറയുന്നത് ടാർഗറ്റ് എപ്പോഴും ബേസ് ചെയ്ത് വെക്കേണ്ടത് ലിക്വിഡിറ്റി ബേസ് ആണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ബേസ് ആയിരിക്കണം. നമ്മൾ ലിക്വിഡിറ്റി ബേസ് എന്ന് പറയുമ്പോൾ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത ഡിസ്പ്ലേസ്മെൻറ്റിൽ വരുന്ന ആ ഒരു ഏരിയയിലായിരിക്കണം നമ്മളുടെ എൻട്രി. ലിക്വിഡിറ്റി ബേസ് ആയിരിക്കണം നമ്മളുടെ സ്റ്റോപ്പ് ലോസ്. ബിക്കോസ് ഓഫ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത ലോ ഹൈ ഏതാണോ അതിൻ്റെ താഴെയായിരിക്കണം നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. ടാർഗറ്റ് സെറ്റ് ചെയ്യേണ്ടതും ലിക്വിഡിറ്റി ബേസ് ചെയ്ത് തന്നെയാണ്. ബിക്കോസ് ഓഫ് നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി ഏതാണോ അതായിരിക്കണം നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ലിക്വിഡിറ്റി സ്വീപ്പ് റൈറ്റ് ഹിയർ, ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലസ് എഫ് ഇ ജി റൈറ്റ് ഹിയർ, സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ബോഡി ക്ലോസ്. അതിനുശേഷം എന്താണ് നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് റൈറ്റ് ഓർഡർ ബ്ലോക്കിൽ നിന്നായിരിക്കണം നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത്. ഓർഡർ ബ്ലോക്കിൽ നിന്ന് നമ്മളുടെ എൻട്രി വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നിയറസ്റ്റ് ലോ. അതുപോലെ തന്നെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഏതായിരിക്കണം? നെക്സ്റ്റ് പ്രൈസ് പോകാനുള്ള നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി ഏതാണ് അതായിരിക്കണം നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അറ്റ് ലാസ്റ്റ് നമ്മൾ കൺക്ലൂഷൻ പാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഡീറ്റെയിൽഡ് മാസ്റ്റർ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. നമ്മൾ എന്താണ് ഒ ബി എന്ന് പറഞ്ഞു, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഓർഡർ ബ്ലോക്ക് വിത്ത് നമ്മൾ ഐ സി ടി അല്ലെങ്കിൽ പവർ ഓഫ് 3 ആയിട്ട് നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞു. PO3 ആയിട്ട് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് എന്തെല്ലാമാണ് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്കിന് വേണ്ട എസെൻഷ്യൽ 4 എലമെൻറ്റ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ലിക്വിഡിറ്റി സ്വീപ്പ്, അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലസ് എഫ് ഇ ജി, അതുപോലെ സ്ട്രക്ചർ ബ്രേക്ക് ഓർ സ്ട്രക്ചർ ഷിഫ്റ്റ്, അതുപോലെ IDX എല്ലാം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ കണ്ടിന്യൂവേഷൻ ഒ ബി നമ്മൾ പറഞ്ഞു, റിവേഴ്സൽ ഒ ബി നമ്മൾ പറഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ വേറെ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്? ഹയർ പ്രോബബിലിറ്റി ഓർഡർ ബ്ലോക്ക്. ഓക്കെ, നമ്മൾ ഇതെല്ലാം കൂടി വരുന്ന സമയത്ത് നമുക്ക് ഹയർ പ്രോബബിലിറ്റി എ മോഡൽ ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കാണ് കിട്ടുന്നത്. ഓക്കെ, എ മോഡൽ ഓർഡർ ബ്ലോക്ക് A+ മോഡൽ ആവുന്നത് എപ്പോഴെങ്ങനെയായിരിക്കും? ഒരു ഹയർ ടൈം ഫ്രെയിം POIയുടെ മിറ്റിഗേഷന് ശേഷമാണ്. ഓക്കെ, എ മോഡൽ A+ മോഡലാവുന്നത്. അതുപോലെ തന്നെ നമ്മൾ റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിൾ എന്തൊക്കെ പറഞ്ഞു? ടൈം ഫ്രെയിം അലൈൻമെൻറ്റ് പറഞ്ഞു. അതായത് നമുക്ക് എപ്പോഴും ടൈം ഫ്രെയിമിൽ നമുക്ക് എപ്പോഴും ഒരു ഹയർ ടൈം ഫ്രെയിം വേണം, നമുക്കൊരു മിഡിൽ ടൈം ഫ്രെയിം വേണം, ഒരു ലോവർ ടൈം ഫ്രെയിം വേണം. ഓക്കെ, ഈ ലോവർ ടൈം ഫ്രെയിമിലാണ് നമ്മളുടെ എൻട്രിയുടെ ട്രിഗർ കണ്ടെത്തുന്നതെങ്കിൽ
ഓക്കെ 5 മിനിറ്റിലാണ് നമ്മൾ ട്രിഗർ കണ്ടെത്തുന്നത്. ദാറ്റ് മീൻസ് നമ്മളുടെ ഒ ബി എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുന്നെങ്കിൽ ആ ഒ ബിക്ക് നമ്മളുടെ ഹയർ ടൈം ഫ്രെയിമും മിഡിൽ ടൈം ഫ്രെയിമുമായിട്ട് എന്തെങ്കിലും ഒരു കോൺഫ്ലുവൻസ് ഉണ്ടോയെന്ന് കൂടി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ടൈം ഫ്രെയിം അലൈൻമെൻറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ട്രേഡ് മാനേജ്മെൻറ്റ് പറഞ്ഞു. എവിടെയായിരിക്കണം നമ്മളുടെ എൻട്രീസും എക്സിറ്റ്സും എല്ലാം നമ്മളെന്താണ് ലിക്വിഡിറ്റി ബേസ്ഡിലായിരിക്കണം. ഓക്കെ, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് സ്ട്രക്ചർ ബ്രേക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മളുടെ ട്രിഗർ അല്ലെങ്കിൽ എൻട്രി നമുക്ക് കിട്ടുന്നത്. അങ്ങനെ എൻട്രി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എസ് എൽ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത, അതായത് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിൻ്റെ മുകളിലോ താഴെയായിരിക്കണം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ടി പി അല്ലെങ്കിൽ നമ്മുടെ ടി പി ടാർഗറ്റ് പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഇവിടെ ആയിരിക്കണം. നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി ഏതാണോ അതായിരിക്കണം നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാം നമ്മൾ ലിക്വിഡിറ്റി ബേസിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അറ്റ് ലാസ്റ്റ് നമുക്ക് എന്താണ് സിമ്പിളായിട്ട് ഒരു കാര്യം പറയാനുള്ളൂ, എന്താണ് പെർഫെക്റ്റ് ആയിട്ട് ഹൈ പ്രോബബിലിറ്റി ഓർഡർ ബ്ലോക്സ് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക, ടൈം ഫ്രെയിംസ് ആയിട്ട് കോൺഫ്ലുവൻസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുവരെ കണ്ടിരുന്നവരോടൊന്നേ പറയാനുള്ളൂ. താങ്ക് യു.